ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ, നമ്മുടെ കോ ഹോസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ പറ്റി അതേപോലെ തന്നെ ഈ സെഷനെ പറ്റി രണ്ട് വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 മുതലാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ആരംഭിച്ചത്. ഇതിനു മുമ്പ് 2020 വരെ ഹോട്ടലുകളിൽ വെച്ചായിരുന്നു പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് അങ്ങനെ പല സിറ്റികളിലായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ വീഡിയോസ് കാണാം. ഇതേപോലെ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു 2020 വരെ നമ്മുടെ പ്രോഗ്രാംസ്. 2020 ശേഷം, കോവിഡിന് ശേഷം നമ്മുടെ എല്ലാ പ്രോഗ്രാംസും ഓൺലൈനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഏകദേശം 500ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ എന്നാണ് നമ്മുടെ ട്രെയിനിങ് സെന്ററിന്റെ പേര്. ഇത് ആരംഭിക്കുമ്പോൾ 2 സ്റ്റാഫേ ഉള്ളായിരുന്നു. ഇപ്പം 35ഓളം സ്റ്റാഫുകളുള്ള സ്ഥാപനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതിന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും പങ്കെടുക്കുന്ന. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോ ഇടാവുന്നതാണ്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഇവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കുന്നത്. ലൊക്കേഷൻ ബഹ്റൈനിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, വേറെ എവിടെ നിന്നൊക്കെയാണ് പങ്കെടുക്കുന്നത്? കൊല്ലം, അടൂർ, തിരൂർ, ട്രിവാൻഡ്രം, കണ്ണൂർ, തൃപ്രയാർ. ഗ്രേറ്റ്. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ചില ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തിട്ട് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പിക്കുകളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ടോപ്പിക്കുകളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നിരവധി പേര് ചാറ്റ് വീഡിയോയിൽ കമന്റ് ചെയ്യുന്നുണ്ട്. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്കുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കുകളാണ്. അതായത് എങ്ങനെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ ഒരു വർഷത്തിന് 36 ലക്ഷം രൂപ ഏൺ ചെയ്യാം എന്നുള്ള ഫുൾ റൂട്ട് മാപ്പ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ എങ്ങനെ പരസ്യങ്ങൾ കൊടുക്കാം, ഗൂഗിളിൽ വരുന്ന പരസ്യങ്ങൾ, ഗൂഗിൾ സെർച്ചിൽ വരുന്ന അഡ്വർടൈസ്മെന്റുകൾ എങ്ങനെ ചെയ്യുന്നു, ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഇങ്ങനെ, അതായത് പോസ്റ്ററുകൾ, ലോഗോയും ബ്രോഷറൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിനുള്ള ടൂൾ എന്താണെന്നുള്ളത് കാണുന്നുണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്, അതേപോലെ തന്നെ ഡൊമൈൻ നെയിം, വെബ് അഡ്രസ്സുകളെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് എങ്ങനെ, ആമസോൺ വഴി നമുക്ക് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാം. പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും ആമസോൺ വഴി സെല് ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൽ ആദ്യം ഒരു വർഷത്തിൽ എങ്ങനെയാണ് ഈ 36 ലക്ഷം രൂപ എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തുന്നത്, അതിനു വേണ്ടിയിട്ട് എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അതായത് മിഷൻ 36 ലാക്സ്, ഒരു വർഷത്തെ നമുക്ക് ഒരു 36 ലക്ഷം രൂപ നമ്മൾ ഏൺ ചെയ്യണം എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പൊ ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സ്കില്ലുകൾ വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ഒരു വർഷം 36 ലക്ഷം രൂപ ഏൺ ചെയ്യണമെങ്കിൽ ഒരു മാസം 3 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷം 36 ലക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ എന്താണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് സർവീസ് ആയിക്കോട്ടെ, പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും. പിക്ചറിൽ കാണുന്ന ഈ മാങ്ങകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് ആണ്. ക്ലയൻസിനെ സ്വന്തമാക്കാൻ പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. ഓക്കെ, ഇതൊരു ട്രഡീഷണൽ മാർക്കറ്ററാണ്. വഴിയിലേക്ക് നിന്ന് നോട്ടീസ് കൊടുക്കുക, പത്രത്തിൽ മാത്രം പരസ്യം ചെയ്യുക. അപ്പൊ അവർക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല. ഒരുപാട് പൈസ മാർക്കറ്റിങ്ങിന് വേണ്ടി സമയം വെറുതെ ചെലവഴിക്കുകയാണ്. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത് അതിന് ഫേസ്ബുക്ക്, ഗൂഗിൾ, വാട്സാപ്പ്, യൂട്യൂബ് ഒക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും ഗൂഗിൾ അഡ്വർടൈസ്മെന്റ്സും വാട്സാപ്പ് മാർക്കറ്റിംഗും എല്ലാം പഠിച്ചിട്ട് സ്വന്തം പ്രോഡക്റ്റ് സർവീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ മാർക്കറ്റിംഗിൽ ലാഭിക്കാൻ സാധിക്കും, നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വർക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഗൂഗിൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്.
അപ്പോൾ അതാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് സ്കിൽസ് ഒക്കെയാണ് മിനിമം വേണ്ടുന്നത്? മിനിമം വേണ്ടുന്ന 2 സ്കിൽസ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ സർവീസസ് ചെയ്ത് കൊടുത്ത് തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഫിഗേഴ്സിലേക്ക് വരുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിലേക്ക് കണക്കിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് മിനിമം സ്കില്ലായ ഡിസൈൻ സ്കിൽസും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും അറിയാമെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള ആദ്യത്തെ ടൂൾ നമുക്ക് കാണാം. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ടൂൾ കാണാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണിത്. ഡിസൈൻ ചെയ്ത് റെഡി ആണോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് നമുക്ക് ഒരു മുൻ പരിചയം ഇല്ലെന്നിരിക്കട്ടെ, ഡിസൈൻ ചെയ്യാൻ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇമേജോ ലോഗോയോ ഉണ്ടാക്കാൻ നമുക്ക് ഒരു മുൻ പരിചയം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ആർക്കും ചെയ്യാൻ സാധിക്കും. ആ ടൂളാണ് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂള്. ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നാണ് ടൂളിന്റെ പേര്. ഗൂഗിളിൽ വന്ന് നമ്മൾ ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്ക് ലഭിക്കും. മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്. ഓക്കെ, ബിങ് ഇമേജ് ക്രിയേറ്റർ. ഓക്കെ, ബിങ് ഇമേജ് ക്രിയേറ്ററിനകത്ത് നമുക്കൊരു ഇമേജ് വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ടൂൾ എന്ന് പറയുന്നത്. നമുക്ക് ആ ടൂൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. bing.com/create എന്നുള്ളതാണ് ആ ഒരു ടൂളിന്റെ ലിങ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കമാൻഡ് കൊടുക്കാനുള്ള ഒരു വിൻഡോ നമുക്ക് ലഭിക്കും. ഇവിടെയാണ് ആക്ച്വലി നമുക്ക് എന്ത് ഇമേജ് വേണം എന്നുള്ള കമാൻഡ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. എനിക്ക് നിർമ്മിക്കേണ്ടത് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ്. നോക്കിയിട്ട് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ആണ് എനിക്ക് നിർമ്മിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ കമാൻഡ് നോക്കിയുള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കമാൻഡാണ്. ക്രിയേറ്റ് എ 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ. അതായത് 3D ഷേപ്പിലുള്ള ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ എനിക്ക് ഉണ്ടാക്കി തരണം. അതിന് റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമും കൂടെ ആ ബോട്ടിലിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ഈ കമാൻഡ് നമുക്ക് ഇവിടെ ഈ ടൂളിനകത്തൊന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തു. എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇതിപ്പം ഇമേജ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ആരോ മാർക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിവിടെ ഇമേജ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്തുമല്ല, ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നോക്കെ, ഒന്നിന് പകരം 4 ഇമേജുകളാണ് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിം അതിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് ആദ്യത്തെ ഇമേജ്. ഓക്കെ, അടുത്ത ഇമേജിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സെക്കൻഡ് ഇമേജ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണത് നിമിഷ നേരം കൊണ്ട് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. നോക്കിയേ, ഇത് 3ാമത്തെ ഡിസൈൻ, 4ാമത്തെ ഡിസൈൻ. ഓക്കെ, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഇമേജ് എനിക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ഗ്രാഫിക് ഡിസൈനർ അന്വേഷിച്ച് നടക്കുകയോ അതിന് വേണ്ടിയിട്ട് പൈസ ചെലവഴിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കമാൻഡ് കൊടുത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ കമാൻഡ് കൊടുക്കാം എന്നുള്ളതിൽ ഞാനിവിടെ ഇതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇപ്പം കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്ത ഒരു ഇമേജ് ആണ് കാണുന്നത്. ഇനി ഇതിനകത്ത് നമ്മുടെ ലോഗോയോ ഫോൺ നമ്പറോ ഒക്കെ വെക്കണമെങ്കിലോ അതും സാധിക്കും. ഇതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിന്റെ പുറത്ത് നമ്മുടെ ലോഗോയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറോ ഒക്കെ വെച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അപ്പൊ കസ്റ്റമൈസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം ഇമേജ് തന്നെ മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന ടൂളിൽ ഓപ്പൺ ആവുകയും അവിടെ നമ്മുടെ ലോഗോയും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇമേജിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ആക്ച്വലി ഇതിനകത്ത് ഈ ഒരു കമാൻഡ് നമ്മൾ കൊടുക്കാൻ പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഒരു കമാൻഡ് ഞാൻ കൊടുത്തപ്പോഴാണല്ലോ അത് ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പൊ അതെങ്ങനെയാണ് ആക്ച്വലി നമ്മൾ പഠിക്കുന്നത്? അതിന് ഇതിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ടൂളിനകത്ത് എക്സ്പ്ലോർ ഐഡിയാസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. എക്സ്പ്ലോർ ഐഡിയാസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിരവധി ഇമേജുകൾ ഓൾറെഡി ഡിസൈൻ ചെയ്തത് എന്ത് കമാൻഡ് കൊടുത്തിട്ടാണ് എന്നുള്ളത് ഇവിടെ ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഇമേജ് ഡിസൈൻ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ കമാൻഡ് കൊടുത്തപ്പോഴാണ് ഈ ഇമേജ് ഡിസൈൻ ചെയ്ത് കിട്ടിയത് എന്നുള്ളത്. അപ്പൊ ഈ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇതിന് നമ്മുടേതായിട്ടുള്ള കമാൻഡ് കൊടുക്കുക. വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഡിസൈൻ ചെയ്തിരുന്നതായിരിക്കും. അപ്പൊ ഈ ടൂൾ യൂസ് ചെയ്യുക. ഫ്രീ ആണ്. മൈക്രോസോഫ്റ്റിന്റെ നല്ല അടിപൊളി വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൂളാണ് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഡിസൈൻ ചെയ്യാൻ നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ യൂണിക് ആയിട്ടുള്ള, ഒരാൾക്ക് കൊടുത്ത അതേ ഇമേജ് ആയിരിക്കത്തില്ല വേറൊരാൾക്ക് കൊടുക്കുന്നത്. നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും ഡിസൈൻ ചെയ്ത് തരുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കടന്നാലോ? ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. യെസ്, റെഡിയാണ്. ഓക്കെ, ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളാണ് ക്യാൻവ എന്ന് പറയുന്ന ടൂള്. ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കമാൻഡ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കണ്ടെത്തി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്യാൻവ എന്നാണ് ഡിസൈൻ ചെയ്യുന്ന 2ാമത്തെ ടൂൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. canva.com. കമ്പ്യൂട്ടറിലാണെങ്കിൽ canva.com എന്ന സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാം. മൊബൈലിലാണെങ്കിൽ ക്യാൻവ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്.
ഓക്കെ, canva.com ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. canva.com ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. അതായത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് വേണം എന്ന് നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്കൊരു ലോഗോ നിർമ്മിക്കണം. ഓക്കെ, ലോഗോ എന്ന് പറയുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ നിർമ്മിക്കണമെന്നിരിക്കട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ ഫുഡ് ലോഗോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് എനിക്കിപ്പോൾ ഇവിടെ നിരവധി ഡിസൈൻസ് ഇവിടെ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഫുഡുമായിട്ട് റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസൈൻസ് വന്നിരിക്കുന്നത്. എല്ലാം ഫ്രീ അല്ല, ഒരു 50% ഡിസൈൻസ് ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ളത് ഉപയോഗിച്ച് തന്നെ വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഒന്നേന്ന് ഒരു ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നല്ല അടിപൊളി ഡിസൈൻസ് ഓൾറെഡി തന്നെ റെഡിമെയ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻവ എന്ന് പറയുന്ന കമ്പനി അലോ ചെയ്യുന്നതാണ്, അതിനകത്തുള്ള ഡിസൈനുകൾ എടുത്ത് യൂസ് ചെയ്യാൻ അലോ ചെയ്യുന്നതാണ്. അതിന്റെ പെയ്ഡ് വെർഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള 100% ഡിസൈൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രീ വേർഷനിലാണെങ്കിൽ 50% ഡിസൈൻസ് ഫ്രീ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം. ആ പോസ്റ്റർ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പോസ്റ്റർ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പോസ്റ്റർ നിർമ്മിക്കണം. ഞാൻ ഇതിനകത്തൊരു സെർച്ച് കൊടുക്കാൻ പോവുകയാണ്, ഇൻഷുറൻസ് ഫേസ്ബുക്ക്. അതായത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്ററുകൾ എനിക്ക് വേണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിവിടെ ഇൻഷുറൻസ് ഫേസ്ബുക്ക് കൊടുത്തു, ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയാണ്. ഓക്കെ, കൊടുത്തപ്പോൾ ഒരുപാട് ഡിസൈൻസ്. ഓക്കെ, ഫേസ്ബുക്കിന് പറ്റിയ നീളം വീതിയുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വന്നിരിക്കുന്ന ഡിസൈനിനകത്ത് നിന്ന് നമുക്കൊരെണ്ണം സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിനെ എഡിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുകയാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടും. കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് വരുവാണ്. എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും ലോഗോയും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ലോഗോയും ഫോൺ നമ്പറും ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എന്ന് പറയുന്ന ഒരു ഡമ്മി ഫോൺ നമ്പർ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 123456 എന്ന് പറഞ്ഞൊരു ഡമ്മി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഡമ്മി നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അവിടെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഗാലക്സി എന്ന് കൊടുക്കുകയാണ്. ഗാലക്സി ഇൻഷുറൻസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേരെന്നിരിക്കട്ടെ. അപ്പോൾ വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ആ ഭാഗം ഒഴിവാക്കാം, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്കൊരു ലോഗോ വെക്കണം. ഓക്കെ, ഇപ്പം ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ലോഗോയുടെ സ്പേസിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഇരിക്കുന്ന ലോഗോ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് പുറമേ നിന്ന് നമുക്ക് ഇമേജുകളോ ലോഗോയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്കത് നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കിടക്കുന്ന ഫയലുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ അപ്ലോഡ് ചെയ്ത ഫയൽ നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെക്കാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ലോഗോ ഇതിൽ തന്നെ ഡിസൈൻ ചെയ്താണ് അതെടുത്ത് ഇവിടെ വെച്ചു. ഇനി നമുക്ക് ലൈഫ് ആൻഡ് ഫാമിലി അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഹെൽത്ത് എന്ന് കൊടുക്കാം. മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല നമുക്ക് ഇതിനകത്തുള്ള ഫോട്ടോ തന്നെ മാറ്റണമെന്നിരിക്കട്ടെ. ഈ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് പകരം എൻ്റെ ഒരു ഫോട്ടോ വെക്കണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് അവിടേക്ക് എൻ്റെ ഫോട്ടോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇടതുവശത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് അതിനകത്തേക്ക് ഇടുകയാണ്. ഓക്കെ, എൻ്റെ ഫോട്ടോയും അതിൽ വന്നു കഴിഞ്ഞു. ഈ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാനോ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എന്ന് പറയുന്നത് നമുക്ക് ഒരു മുൻപരിചയം ഇല്ലെങ്കിലും ഇത് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഒരല്പം ക്ഷമ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ടൂളിനകത്ത് വന്ന് നമ്മൾ ഇഷ്ടമുള്ളവരെണ്ണം സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായാൽ മാത്രം മതി. ആർക്കും ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പോസ്റ്ററോ ലോഗോയോ ബ്രോഷറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാം. എല്ലാത്തിന്റെ ടൈപ്പിലുള്ള ടെംപ്ലേറ്റ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിരവധി ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഇതിനകത്ത് റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പം ഡിസൈൻ ചെയ്ത ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോസ്റ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യാം. ഇനി ഇത് മൊബൈലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, കമ്പ്യൂട്ടറിൽ മാത്രമല്ല മൊബൈലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീൻ ഞാനത് ഷെയർ ചെയ്ത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിവിടെ വന്ന് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യാണ്. ക്യാൻവയുടെ ആപ്ലിക്കേഷൻ ഒരു നീല കളറിൽ ക്യാൻവയുടെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ക്യാൻവയുടെ ആപ്ലിക്കേഷൻ, ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ
ഒരു ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് മൊബൈലിൽ തന്നെ കാണാൻ സാധിക്കും. എഡിറ്റ് ചെയ്തിട്ട് അന്നേരം തന്നെ നമുക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. സോ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. എന്ത് ടൈപ്പിലുള്ള ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസൈനറെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഡിസൈനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ക്യാൻവ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസും ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് മറ്റൊരു ടൂളിൽ കിടന്നാലോ അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കിൽ കിടന്നാലോ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണോ? ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ആണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫേസ്ബുക്ക് റെഡിയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ലിനകത്ത് നമുക്ക് ഈ മിനിമം 2 സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഈ സർവീസ് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിൽ ഇത് അപ്ലൈ ചെയ്യാനോ സാധിക്കും എന്നുള്ളത്. അതിലെ രണ്ടാമത്തെ സംഗതിയാണ് ഫേസ്ബുക്ക് ആഡ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന സംഗതി ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് മനസ്സിലാക്കുകയും നമ്മളത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കസ്റ്റമർ എൻക്വയറീസിന് വേണ്ടി വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരത്തില്ല. ഒരു അഡ്വർടൈസിങ് ഏജൻസി നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരത്തില്ല. സ്വന്തമായിട്ട് കസ്റ്റമർ ലീഡ്സ് നമുക്ക് എല്ലാ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തത്, നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. കാരണം ഇത് ഇല്ലാതെ ഒരു ബിസിനസ്സുകാർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതിന് ക്ലയൻസിനെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് കയറാൻ സാധിക്കും. കാരണം ഇത് അറിയാമെങ്കിൽ പല കമ്പനികളിലും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്? ഓക്കെ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇടയിൽ ചില പരസ്യങ്ങൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്പോൺസേഡ് എന്നുള്ള രീതിയിൽ ചില പരസ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഒരു സ്പോൺസേഡ് ആഡ് വന്നിട്ടുണ്ട്. സ്പോൺസേഡ് എന്ന് ഇവിടെ ചെറിയൊരു ലേബിൾ കാണാൻ സാധിക്കും. സ്പോൺസേഡ് എന്നൊരു ചെറിയ ലേബിൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് എൻ്റെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ഫോമാണ് വന്നിരിക്കുന്നത്. ഇതിന് പറയുന്ന ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് പറയുന്നത്. അതായത് കസ്റ്റമറുടെ എൻക്വയറീസ് പെട്ടെന്ന് കളക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ആഡാണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പൊ എൻ്റെ ഡേറ്റ ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കണ്ടിന്യൂ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരസ്യം കൊടുത്ത കമ്പനിക്കാർക്ക് എൻ്റെ ഡേറ്റ കിട്ടുകയും അവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എൻക്വയറിയാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും എൻക്വയറീസ് നേടാൻ സാധിക്കും. ഇനി ചില അഡ്വർടൈസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ അവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ആഡുകളുണ്ട്. അത് ട്രാഫിക് ആഡ്സ് എന്ന് പറയും. അപ്പോൾ ചില പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരെ നമ്മൾ അവരുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലേക്കോ ഇതേപോലെ കൊണ്ടുപോകും. ഇതിന് ട്രാഫിക് ആഡ് എന്ന് പറയും. ഇനി ചില അഡ്വർടൈസ്മെന്റുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് അവരുടെ വാട്സാപ്പിലേക്ക് കൊണ്ടുപോയി ചാറ്റ് ചെയ്യിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എൻക്വയറീസ് പോകുന്നത് വാട്സാപ്പിലേക്കായിരിക്കും. ഡയറക്റ്റ് വാട്സാപ്പിലേക്ക് പോയി ചാറ്റ് ചെയ്യാൻ സാധിക്കും. അത് വാട്സാപ്പ് ആഡ്സ് എന്ന് പറയാം. ഇങ്ങനെ പലതരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പരസ്യം വെറുതെ ആരെയെങ്കിലും കണ്ണു അടച്ചെടുത്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. ഒരാളുടെ ലൊക്കേഷൻ, ഒരാളുടെ ഏജ് ഗ്രൂപ്പ്, ഒരാളുടെ ഇൻട്രസ്റ്റ്, ഒരാൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്ത് ടൈപ്പിലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്, എന്ത് കാര്യത്തിനോടാണ് പ്രതികരിക്കാറുള്ളത്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു പരസ്യം ഒരാളെ കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, കാരണം നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് എൻക്വയറി തരാൻ സാധ്യതയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതലായിട്ട് ഈ പരസ്യം എടുത്ത് കാണിച്ച് എൻക്വയറീസ് നേടിത്തരാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ആദ്യം വരിക. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശത്ത് ഈ ഭാഗത്ത് നമുക്ക് പേജസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. പേജസ്. ഓക്കെ, പേജസ് എന്ന് കാണാൻ പറ്റും. ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് ഏജൻസി ആണെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്താണോ ആ സ്ഥാപനത്തിന്റെ പേര് അത് വെച്ചിട്ടുള്ള ഒരു പേര് കൊടുക്കണം. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് പേജ് ഓർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് പേജ് എന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. പബ്ലിക് പേജ്. ഓക്കെ, പബ്ലിക് പേജ് ചൂസ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു പേജ് 1 മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പേജിന്റെ ഒരു ലോഗോ കൊടുക്കുക, നമ്മുടെ സ്ഥാപനത്തിന്റെ ലോഗോ കൊടുക്കുക, ഒരു കവർ പിക്ചർ, വീതിയുള്ള ഈ ഒരു പിക്ചർ നമുക്ക് ക്യാൻവയിൽ നിന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ക്യാൻവയിൽ അങ്ങനെയുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്.
സ്ഥാപനത്തിന്റെ പേര് നമുക്ക് ഇവിടെ ഇടതുവശത്ത് കൊടുക്കാം. ഇപ്പൊ ഗാലക്സി ഇൻഷുറൻസ് എന്നാണെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്ന് കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു പേജ് ആദ്യം നിർമ്മിക്കുക. ആ പേജിനകത്തേക്ക് ഇവിടെ പോസ്റ്റുകൾ ഇട്ട് കൊടുക്കാം. ഇടുന്ന പോസ്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നത്. എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളത് 2 മിനിറ്റിൽ ഞാൻ അവിടെ കാണിക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ നമ്മുടെ കമ്പനിയുടെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ വരിക. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഇടതുവശത്ത് നിന്നൊരു ലിങ്ക് എടുത്ത് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്യും. പേജ് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് ആ പേജിനകത്ത് പോസ്റ്റുകൾ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഇട്ട് പോകാൻ സാധിക്കും. അതിനെയാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഞാനിവിടെ കമ്പനിയുടെ ഒരു പേജ്, നമ്മുടെ കമ്പനിയുടെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എടുത്ത പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്നുള്ള ഈ ഒരു പേജിനകത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ പോസ്റ്റുകൾ ഇടുമ്പോൾ ആ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പേജിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളുടെ അടിയിലാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇടുന്ന പോസ്റ്റിന്റെ അടിയിൽ നമുക്കിത് ലഭിക്കത്തില്ല. ഫേസ്ബുക്ക് പേജ് തുറന്ന് പേജിനകത്ത് ഇടുന്ന പോസ്റ്റിനകത്താണ് ഇത് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇട്ട പോസ്റ്റ്, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ, എന്ത് സർവീസ് ആണ്, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്, അതിൽ ബൂസ്റ്റ് പോസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ആ ബൂസ്റ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൂടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ ഒരു ഓഡിയൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെയാണ് കാണിക്കുന്നത്. മെൻ ഓർ വിമൻ, അതായത് പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, അത് 2 കൂട്ടരെയും കാണിക്കണമോ നമുക്കിവിടെ ടാർഗറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണം എന്നുള്ളത്. അതേപോലെ ഏത് സ്ഥലത്തുള്ള ആൾക്കാരെയൊക്കെയാണ് ഈ പരസ്യം കാണിക്കുന്നത്. ഇപ്പൊ തൃശ്ശൂർ ലൊക്കേഷൻ ആണെങ്കിൽ തൃശ്ശൂർ ലൊക്കേഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. തൃശ്ശൂർ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരെ പരസ്യം കാണിക്കും. ഓക്കെ, ഇവിടെ തന്നെ ഈ സർക്കിളിന് നമുക്കൊരു വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന സർക്കിളിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. കേരളം ഫുള്ള് വേണമെങ്കിൽ കേരള സെലക്ട് ചെയ്യാം. ഇപ്പൊ തൃശ്ശൂരും കൊച്ചിയും കൂടെ വേണമെങ്കിൽ തൃശ്ശൂരും കൊച്ചിയും 2 സ്ഥലവും സെലക്ട് ചെയ്യാം. അങ്ങനെ എത്ര സ്ഥലം വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഒരു 2 കിലോമീറ്റർ 5 കിലോമീറ്റർ മതിയെങ്കിൽ അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഗൾഫിൽ പരസ്യം ചെയ്യണമെങ്കിൽ അത് സാധിക്കും. അപ്പൊ നമ്മളിവിടെ ഏത് സ്ഥലം വേണമെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്തു. ഇപ്പൊ ദുബായ് നമുക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ദുബായ് എന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദുബായ് ലൊക്കേഷൻ ഇവിടെ ടാർഗറ്റ് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ മാപ്പിനകത്ത് ഏത് സ്ഥലത്ത്, ലോകത്തിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് പരസ്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ കൊണ്ട് തീരുന്നില്ല. ലൊക്കേഷൻ ടാർഗറ്റിംഗ് കൂടാതെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ പരസ്യം കാണിക്കുന്നത് ഏത് തരത്തിലുള്ള ആൾക്കാരിലേക്കാണ് കാണിക്കേണ്ടത്. ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുക്കുക. ബിസിനസ് ചെയ്യുന്നവരെ ടാർഗറ്റ് ചെയ്യും ഈ പരസ്യം. അതേപോലെ തന്നെ നമുക്ക് പരസ്യം കാണിക്കേണ്ടത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ താല്പര്യമുള്ളവരെ കാണിക്കണം. ഇവിടെ ഇൻഷുറൻസ് എന്ന് കൊടുക്കുക. ഇൻഷുറൻസ് എന്നുള്ള കീവേഡ് കൊടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളോട് പ്രതികരിക്കുന്ന ആൾക്കാരെ നമ്മുടെ പരസ്യവും കാണിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരാളുടെ ഇൻട്രസ്റ്റ്, ഒരാളുടെ ജോബ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനാണ് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ ഓരോ പരസ്യം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇത്രയൊന്നും നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സേവ്ഡ് ഓഡിയൻസിനെ അങ്ങ് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതിന് നമ്മൾ എത്ര രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ചാർജ് എങ്ങനെയാണ്? ഓക്കെ, ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 90 രൂപയിൽ ആരംഭിക്കുന്നു. ഒരു ദിവസം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരസ്യം ചെയ്യാൻ 90 രൂപയ്ക്ക് വേണമെങ്കിലും സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈ ബഡ്ജറ്റ് നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 90 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 1000-1500 പേരെ ആയിരിക്കും കാണിക്കുന്നത്. ഇത് 90 എന്നുള്ളത് നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാരിലേക്ക് ഈ പരസ്യം നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് തീരുമാനിക്കാം. ഇനി ഇതിനകത്ത് പൈസ അടയ്ക്കാൻ ഇവിടെ തന്നെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് പൈസ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പരസ്യം ടാർഗറ്റ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തുകയും. ഓക്കെ, ഇവിടെ പൈസ അടയ്ക്കാൻ ഒരുപാട് പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പരസ്യം ലൊക്കേറ്റ് ചെയ്ത തരത്തിലുള്ള ആൾക്കാരിലേക്ക് എത്തുകയും നമുക്ക് അതിന് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു പരസ്യത്തിന്റെ അടിയിലുള്ള ബട്ടൺ എന്ത് വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് വേണോ, നമുക്ക് ഡയറക്റ്റ് ഫോൺ കോളായിട്ട് എൻക്വയറി വരുന്നത് വേണോ, എന്ത് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് അത് ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണിത്. അപ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റിലൂടെ നമുക്ക് ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം കണ്ട് ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുകയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും നമ്മുടെ എക്സിക്യൂട്ടീവുമായിട്ട് ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടായിരിക്കും ഈ ക്ലാസ്സിലേക്ക് വന്നത്. അപ്പോൾ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് ബിസിനസ് ചെയ്യുന്നവരെ ഈ പരസ്യം കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കാണിക്കുക, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ പരസ്യം കാണിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവരെ കാണിക്കുക, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്.
അത് പ്രകാരമായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തിയത്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ്, ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമന്റ് ചെയ്യും. ഓക്കെ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പരസ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പരസ്യം നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ പരസ്യം എത്തും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. ഇനി അല്ലെങ്കിൽ ഇത് പഠിച്ച് നമുക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇത് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം ഫേസ്ബുക്കിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതിന് പറയുന്നത് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഈ ബൂസ്റ്റ് പോസ്റ്റിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ തന്നെ ആഡ്സ് മാനേജറിലേക്ക് പോകാനുള്ള ഒരു സ്ഥലമുണ്ട്. ഫേസ്ബുക്കിൽ നമ്മൾ വന്ന് ലോഗിൻ ചെയ്ത് കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്ത് നിങ്ങളൊരു പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സംഗതി കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട് ആഡ്സ് മാനേജർ. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനൽ തന്നെ ഫേസ്ബുക്ക് നമുക്ക് തരുന്നുണ്ട്. അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും രണ്ടിലും പരസ്യം റൺ ചെയ്യാൻ ഈ ആഡ്സ് മാനേജർ മതി. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും രണ്ടിലും പരസ്യം റൺ ചെയ്യാൻ ഈ ആഡ്സ് മാനേജർ. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ആഡ്സ് മാനേജർ പാനലിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതിന്റെ റിസൾട്ടും അതിന് ഓരോന്നിനും എത്ര രൂപ ചെലവായി എന്നൊക്കെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, ഞാൻ ഇതിനകത്ത് റൺ ചെയ്തിട്ടുള്ള ചില ആഡുകളുടെ റിസൾട്ട് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, ഹോം ലോൺ, അതായത് മഹീന്ദ്ര ഹോം ലോൺസിന് വേണ്ടിയിട്ട് ഞാൻ ആഡുകൾ റൺ ചെയ്യാറുണ്ട്. മഹീന്ദ്ര ഹോം ലോൺസ് ഡിവിഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഹോം ലോൺ കൊച്ചി, കണ്ണൂർ, ട്രിവാൻഡ്രം എന്നൊക്കെയുള്ള അഡ്വർടൈസ്മെന്റുകൾ ഓടിയിരിക്കുന്നത് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ആഡിനകത്ത് 2 രൂപ 81 പൈസ ഒരു കസ്റ്റമർ എൻക്വയറി കിട്ടാൻ വന്നിട്ടുള്ളൂ. 2 രൂപ 81 പൈസ ഒരു കസ്റ്റമർ എൻക്വയറിക്ക്. അതായത് 1872 രൂപ മുടക്കിയപ്പോൾ 666 എൻക്വയറീസ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 3 രൂപ 69 പൈസ 2779 രൂപ മുടക്കിയപ്പോൾ 753 എൻക്വയറീസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ വളരെ കൃത്യമായിട്ട് നമ്മൾ കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കും. കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുകയും നല്ല ക്രിയേറ്റീവ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. ഇത് ചെയ്തു കൊടുക്കാം, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം, അതേപോലെ തന്നെ സ്വന്തം ബിസിനസ്സിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, ചിലവ് കുറഞ്ഞ നല്ല റിസൾട്ട് കിട്ടുന്ന സംഗതിയാണ് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്കില്ല് നമ്മൾ മൊബൈലിൽ എവിടെയാണെന്ന് നമ്മുടെ ഒരു പാർട്ടിസിപ്പേറ്റ് ചോദിക്കുന്നത്. മൊബൈലിലാണെങ്കിൽ ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അതായത് ഈ ആഡ്സ് മാനേജറിന് മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. മെറ്റ ആഡ്സ് മാനേജർ എന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ ലഭിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ച രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർവീസസ് ആരംഭിക്കാൻ പറ്റും. അതായത് ഒരു മാസം 30,000 രൂപ പേ ചെയ്യുന്ന 10 ക്ലയൻസിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 3 ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഈ ഒരു സ്കില്ല് നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യം നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഇപ്പൊ 10 ക്ലയൻസിനെ കണ്ടെത്തണമെങ്കിൽ അതിന് നമ്മൾ അഡ്വർടൈസ്മെന്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഫേസ്ബുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ക്യാൻവയിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ പോസ്റ്ററുകൾ ലഭിക്കും. ആ പോസ്റ്ററുകൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറെല്ലാം വെച്ച് ക്രിയേറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിന്റെ ഒരു പോസ്റ്റർ എടുക്കുന്നത് കാണിക്കാം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്ന് നിങ്ങൾ ഇവിടെ വന്ന് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ക്യാൻവയിൽ വന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കി ഒരുപാട് ഡിസൈൻസ് അതുമായിട്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് തന്നെ കാണാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഡിസൈൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്ത് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മൾ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻക്വയറീസ് വരും. ആ വരുന്ന ക്ലയൻസിനാണ് നമ്മളത് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു സ്കില്ല് കണ്ടു. ഈ ഒരു സ്കില്ല് കൂടാതെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അതിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം പ്രോഗ്രാമിംഗ് ഇല്ലാതെ? റെഡിയാണോ? വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്നുള്ളതിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അതായത് ഒരു പ്രോഗ്രാമിംഗും ഇല്ലാതെ, യാതൊരു പ്രോഗ്രാമിംഗും ഇല്ലാതെ, ഒരു മുൻപരിചയവും ഇല്ലാതെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിച്ചല്ലോ. അതാണ് അങ്ങനെ ഒരു ടൂളാണ് ഞാനിപ്പോൾ ഇവിടെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്. വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കിടിലൻ ടൂള് അവൈലബിൾ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ്. ആ ടൂളിന്റെ പേരാണ് Mixo.io എന്ന് പറയുന്ന ടൂള്. Mixo.io എന്നാണ് ആ ടൂളിന്റെ പേര്. AI ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ടൂളാണ്. ഓക്കെ, ഈ ടൂള് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ പോവുകയാണ്.
ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു വെബ്സൈറ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, mixo.io എന്ന് പറയുന്ന ഒരു സൈറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യുക. mixo.io നമ്മൾ ഓപ്പൺ ചെയ്യുക. ലോഞ്ച് എ വെബ്സൈറ്റ്സ് ഇൻ സെക്കൻഡ്സ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് വരുമ്പോൾ ഓക്കെ, വാട്ട് ഈസ് യുവർ സ്റ്റാർട്ടപ്പ് ഐഡിയ എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഇവിടെയാണ് ആക്ച്വലി നമ്മൾ കമാൻഡ് കൊടുക്കേണ്ടത് എന്ത് വെബ്സൈറ്റ് നമുക്ക് നിർമ്മിക്കണം എന്നുള്ളത്. ഇപ്പൊ എനിക്കൊരു ജിംനേഷ്യത്തിന്റെ വെബ്സൈറ്റ് ആണ് നിർമ്മിക്കേണ്ടതിരിക്കട്ടെ. ഒരു ഫിറ്റ്നസ് സെന്റർ ആണ് എനിക്കുള്ളത്. ഫിറ്റ്നസ് സെന്റർ കൊച്ചിയിലാണ്. അപ്പം കൊച്ചിയിലുള്ള ഫിറ്റ്നസ് സെന്ററിന് വേണ്ടിയിട്ട് എനിക്കൊരു വെബ്സൈറ്റ് നിർമ്മിക്കണം എങ്കിൽ ഞാനൊരു സിമ്പിൾ കമാൻഡ് ഇതേപോലെ കൊടുക്കുക. ഓക്കെ, ഓൺ പേജ് വെബ്സൈറ്റ് ഫോർ മൈ ഫിറ്റ്നസ് സെന്റർ, എൻ്റെ ഫിറ്റ്നസ് സെന്ററിന് വേണ്ടി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക. സ്ഥാപനത്തിന്റെ പേര് ഗാലക്സി ഫിറ്റ്നസ്, ഓക്കെ, ഇൻ കൊച്ചി, ഇന്ത്യ. ഇത്രയേ ഉള്ളൂ. അതായത് വളരെ സിമ്പിളായിട്ട് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഒരു ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കേ, ഗെറ്റ് കോൺടാക്റ്റിൽ വരിക, നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജനറേറ്റ് എന്നുള്ള ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. ജനറേറ്റ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്ത് തരിക. ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് തരിക. ക്ലിക്ക് ചെയ്യുക, പിന്നെ നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുക. നോക്കി, എൻ്റെ കൈകൾ രണ്ടും ഫ്രീ ആണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് തനിയെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നു, അത് തനിയെ ഇമേജുകൾ സെലക്ട് ചെയ്യുന്നു, വെബ്സൈറ്റ് നമുക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം നമുക്ക് ലഭിക്കും. അത് വന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. വന്നു കഴിഞ്ഞു നമ്മുടെ ഗാലക്സി ഫിറ്റ്നസ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. അത് തനിയെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. സ്റ്റേ ഫിറ്റ് വിത്ത് ഗാലക്സി ഫിറ്റ്നസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജിമ്മിനകത്ത് വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇമേജ് വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, താഴേക്ക് വരുമ്പോൾ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജുകൾ കണ്ടോ. ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഇമേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു വെബ്സൈറ്റ് അത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്റ്റൈലും കളറും ഒക്കെ ഒറ്റ ക്ലിക്കിൽ മാറ്റാൻ സാധിക്കും. ഓക്കെ, റീസ്റ്റൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റൈൽ നോക്കി, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയത് കണ്ടോ. വീണ്ടും റീസ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റൈൽ പിന്നെയും മാറും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിന്റെ സ്റ്റൈൽ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. കളറൊക്കെ ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇമേജോ ലോഗോയോ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലോ അതിന് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കസ്റ്റമൈസ് ബ്രാൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്ന ലോഗോയാണ്, ഇത് നമ്മുടെ ലോഗോ അല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കി തന്ന ലോഗോയാണ്. ആ ലോഗോയുടെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കാരണം ആ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനൊരു ലോഗോ ഇവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാണ്. ഇപ്പോൾ ആ ലോഗോ അവിടെ വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്ത ലോഗോ അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഓക്കെ, ഇതൊക്കെ ഗാലക്സി ഫിറ്റ്നസ് എന്നൊക്കെ എടുത്ത് ആ ലോഗോ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഔട്ട്പുട്ട് എടുക്കാൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാം. ഇതിന്റെ പെയ്ഡ് വേർഷൻ നമ്മൾ തുടക്കത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ വേർഷനിൽ തന്നെ ഔട്ട്പുട്ട് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, പെയ്ഡ് വേർഷൻ എടുത്താൽ എന്താണ് ഗുണം എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ സൈറ്റ്സ് എന്ന് കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ലിങ്ക് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക്. ഓക്കെ, ഞാൻ ഇതിനകത്ത് 100-ലധികം വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചതും അല്ലാതെ ഞാൻ നിർമ്മിച്ചിട്ടുള്ള വെബ്സൈറ്റുകളാണ്. 100-ലധികം വെബ്സൈറ്റുകൾ ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്ത വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ചാറ്റ് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, പബ്ലിഷ് എന്നുള്ള ബട്ടണാണ്. പബ്ലിഷ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ കമാൻഡ് കൊടുത്ത് നിർമ്മിച്ച വെബ്സൈറ്റ് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ബട്ടണിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. ഇതിപ്പം ഈ ഒരു വെബ്സൈറ്റിനെ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ആയി ഇപ്പോൾ ഒരു അരമിനിറ്റിനുള്ളിൽ അപ്ലോഡ് ആവും. അതിന്റെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ പൈസ കൊടുത്ത് പലരെ കൊണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ നമുക്ക് ഇതിനകത്ത് കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ജസ്റ്റ് കമാൻഡ് കൊടുക്കുക, ഇത് തന്നെ നിർമ്മിച്ചു തരും. നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അത് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 1 രൂപ പോലും മുടക്കാതെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ലിങ്ക് നമുക്കൊന്ന് കാണാം. ഓക്കെ, അത് സൈറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് ലഭിച്ചു കഴിഞ്ഞു. ഓക്കെ, സ്റ്റേ ഫിറ്റ് വിത്ത് ഗാലക്സി ഫിറ്റ്നസ്, ഇതാണ് നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കിട്ടിയ വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ്. നോക്കി, ഇതിനകത്ത് കോൺടാക്ട് അസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇതിന്റെ അടിയിൽ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൾ വരും. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, ഫ്രീ ആയിട്ട് ആക്ച്വലി ഒരു സിംഗിൾ പേജ് ആണ് ആക്ച്വലി ഇതിനകത്ത് നിർമ്മിക്കാൻ സാധിക്കുന്നത്. സിംഗിൾ പേജ് വെബ്സൈറ്റ് ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നിലധികം പേജുള്ള വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നത് ഒരു സിംഗിൾ പേജിലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. ഇനി ഫ്രീയും പെയ്ഡ് വേർഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാനിവിടെ
കാണിക്കാം. ഫ്രീയും പെയ്ഡ് വേർഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഫ്രീ ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വെബ്സൈറ്റ് ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. mixo.io, അത് കഴിഞ്ഞ് ഗാലക്സി ഫിറ്റ്നസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡ് നെയിം എല്ലാം കാണും. ഇതിനെ നമ്മൾ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മുടെ ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സ് വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു പ്രോഗ്രാമിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വെബ് അഡ്രസ് അഥവാ ഡൊമൈൻ നെയിമിലേക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും പെയ്ഡ് വേർഷൻ ആണെങ്കിൽ. ഫ്രീ വേർഷൻ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരാൾക്ക് പ്രൊഫഷണലായിട്ട് ചെയ്തു കൊടുക്കാനാണെങ്കിൽ അവരുടെ ഡൊമൈൻ നെയിം വെച്ചിട്ട് നമ്മളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കാരണം വലിയ പൈസ കൊടുത്ത് നമ്മൾ പലപ്പോഴും യഥാർത്ഥത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈവൻ 3-4 പേജ് ഉള്ളത് നമ്മൾ പെയ്ഡ് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ പൈസ ഡിസൈനിന് വേണ്ടി കൊടുക്കേണ്ടി വരത്തില്ല. ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഫ്രീ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ലിങ്ക് തന്നെയാണ് ആക്ച്വലി ചാറ്റ് വിൻഡോയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഞാൻ ചാറ്റ് വിൻഡോയിലേക്ക് ഇട്ടിരിക്കുന്ന ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ നിർമ്മിച്ച വെബ്സൈറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആക്ച്വലി മിക്സോ എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുന്നത്. അപ്പം മിക്സോ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് വെബ്സൈറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. വെബ്സൈറ്റ് നിർമ്മിച്ച് കൊടുക്കാൻ സാധിക്കും. പ്രോഗ്രാമിംഗ് ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനിയും പല ടോപ്പിക്കുകളും കാര്യങ്ങളിലും കിടക്കാറുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇപ്പം ഞാൻ ഈ വെബ്സൈറ്റ് ക്രിയേഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ബൂസ്റ്റ് പോസ്റ്റും ഒക്കെ ഞാനിവിടെ കാണിച്ചു. അപ്പോൾ ഇതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ചായിരുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത് പറഞ്ഞല്ലോ. അങ്ങനെ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്ത് നടന്നൊരു സംഭവം ഞാനിവിടെ പറയാം, 2 മിനിറ്റിൽ പറയാം. അതായത് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും ഹോട്ടലുകളിൽ ക്ലാസ് എടുക്കുന്നത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തി വരുന്നു. 2020 ശേഷം എല്ലാം നമ്മൾ ഓൺലൈനിലാണ്. കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന നേരത്തെ ഒരു പാർട്ടിസിപ്പേറ്റ് എന്നോട് പറഞ്ഞു, സാർ ഇപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിയത്, വെബ്സൈറ്റ് ക്രിയേഷനും അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് കൊടുക്കുന്നതൊക്കെ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനിക്കാർ ആദ്യം 35,000 രൂപ മേടിച്ച് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ അത് അവർ വെബ്സൈറ്റ് നിർമ്മിച്ചു തന്നു. പക്ഷെ അത് കൂടാതെ എല്ലാ വർഷവും എൻ്റെ കയ്യിൽ നിന്ന് 22,900 രൂപ ഈടായിക്കൊണ്ടിരിക്കുകയാണ് വെബ്സൈറ്റ് പുതുക്കാനെന്ന് പറഞ്ഞ്, റിന്യൂവൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പൈസ കൊടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു. ചെക്ക് ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പോയത്. എല്ലാ വർഷവും 2,000 അല്ലെങ്കിൽ 3,000 രൂപ റിന്യൂവൽ ചാർജ് ഉണ്ട്. അതായത് ഡൊമൈൻ ഹോസ്റ്റിംഗ് റിന്യൂവൽ എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് കൊടുക്കേണ്ട സ്ഥാനത്താണ് ഇദ്ദേഹത്തിന് 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ അത് നിന്ന് കൊടുക്കാതിരിക്കുക, നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കസ്റ്റമറെ നമ്മൾ ഒരു അഫോർഡബിൾ റേറ്റിൽ ലോങ് ടേമിൽ നിലനിർത്തുക, അല്ലാതെ വലിയ പൈസ മേടിച്ച് നീ അവരങ്ങ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ബിസിനസ് നിലനിൽക്കത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കസ്റ്റമറെ നമ്മൾ വരുന്നു, ഒരു കസ്റ്റമർക്ക് നല്ല സർവീസ് കൊടുക്കുന്നു, അവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ആ സർവീസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നു. അവർക്ക് തന്നെ വീണ്ടും പല സർവീസുകളും വേണമായിരിക്കും. അത് ഉപയോഗിച്ച് അതിലൂടെ നമുക്ക് വീണ്ടും അവരിൽ നിന്ന് ഇൻകം കിട്ടും. അതാണ് നല്ലൊരു മെത്തേഡ് എന്ന് ഞാൻ മനസ്സിലാക്കും. നിങ്ങൾ അതിനോട് യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ആ ഒരു മെത്തേഡാണ് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. അതായത് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു, താങ്ക് യു. ആക്ച്വലി അതാണ് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ പലരും ഇപ്പൊ പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം അവർ വലിയ പൈസ ആയിരിക്കും ആദ്യം ഈടാക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർ സർവീസ് കൊടുക്കുന്നില്ല, ആ കസ്റ്റമർ നമ്മളെ വിട്ടുപോകും. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വലിയ പൈസ ഈടാക്കുകയാണെങ്കിൽ അവർ പിന്നീട് നമ്മളടുത്തേക്ക് വരത്തില്ല, അല്ലെങ്കിൽ വേറെ ആൾ റെഫർ ചെയ്യത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കസ്റ്റമറെ ലോങ് ടൈമിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് സ്ഥാപനം ആരംഭിച്ചത് 2016 2016 ആരംഭിക്കുമ്പോൾ 2 സ്റ്റാഫുകളെ ഉള്ളായിരുന്നു. ഇപ്പൊ 35 സ്റ്റാഫ് ഉണ്ട് നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ. ഓക്കെ, ഈ 35 പേരിലേക്ക് എങ്ങനെയാണ് ആക്ച്വലി 2 സ്റ്റാഫിൽ നിന്ന് 35 പേരിലേക്ക് എത്തിയത്? അതേപോലെ തന്നെ 10,000-ലധികം കസ്റ്റമേഴ്സിന്, പെയ്ഡ് കസ്റ്റമേഴ്സിന് നമുക്ക് ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ട് തന്നെ 10,000-ലധികം കസ്റ്റമേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് ഞാനിവിടെ കാണിക്കാം. അപ്പൊ എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ അങ്ങനെ എത്രത്തോളം സക്സസ്ഫുൾ ആയത്? അതിനെന്താണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡ്സ്? 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്. അതെന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. എന്താണ് ആ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ്? നമ്മുടെ സ്ഥാപനത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയി മാറാൻ കാരണമായിട്ടുള്ള ആ ഒരു എസ് എന്ന് കമന്റ് ചെയ്തു. ആക്ച്വലി 3 സക്സസ് പ്രിൻസിപ്പിൾസ്, അത് ഏത് ബിസിനസ്സിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ഈ സക്സസ് പ്രിൻസിപ്പിൾസ് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ ആണ്. അതായത് ഒരു ബിസിനസ്സിനകത്ത് 3 എൻറ്റിറ്റീസ് മിനിമം ഉണ്ടായിരിക്കും. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ വിൻ ചെയ്യണം. കസ്റ്റമർ വിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് പ്രയോജനമുള്ള പ്രോഡക്റ്റ് സർവീസ് നമ്മൾ കൊടുക്കുകയും അവർക്ക് നല്ല സപ്പോർട്ടും കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിലേ അവർ വിൻ ചെയ്യത്തുള്ളൂ. രണ്ടാമത് നമ്മുടെ എംപ്ലോയീസിന് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ് കൊടുത്ത് നമ്മൾ അവരെ കൂടെ നിർത്തുക, എങ്കിൽ അവരും സക്സസ്ഫുൾ ആവും, അവർ വിൻ ചെയ്യും.
മൂന്നാമത്തെ സപ്ലൈസ്, നമുക്ക് പ്രോഡക്റ്റ് സർവീസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന മറ്റുള്ളവർക്കും കൃത്യസമയത്ത് പേയ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിർത്തുവാണെങ്കിൽ അവരും സക്സസ്ഫുൾ ആവും. എങ്കിൽ തീർച്ചയായിട്ടും നമ്മളും സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സംഗതി തന്നെയാണ്. അതായത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ മനസ്സിൽ കണക്കാക്കേണ്ടത്. ഒരു കസ്റ്റമറുടെ വൺ ടൈം വാല്യൂ അല്ല, ലൈഫ് ടൈം വാല്യൂ. ആ കസ്റ്റമർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കസ്റ്റമർ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കിയിട്ട് ആ രീതിയിൽ അവരുമായിട്ട് ഡീൽ ചെയ്യുകയും നല്ല പ്രോഡക്റ്റ്സ് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്കാലവും നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഓരോ ദിവസം പുതിയ പുതിയ ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ പുതിയ ടൂൾസ് ഒക്കെ വരുന്നു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും പേടിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. ഈ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് ഞാൻ നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രെയിനിങ് സെന്ററിന്റെ സക്സസ് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ബിസിനസ്സിനും അപ്ലൈ ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വളരെ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിലും സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റ് ചില ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്താണ് നമ്മൾ ഇവിടെ നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വീഡിയോസ് നിർമ്മിക്കാം എന്നൊക്കെയുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ കാണിക്കുന്ന പോലത്തെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഞാൻ അതിവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. അതേപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഒന്നും കണ്ടെത്താതെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഓൺലൈൻ മണി മേക്കിംഗ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്. ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി നമുക്ക് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാം. പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും അതിലൂടെ സെല് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിനു മുമ്പ് എന്ത് ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ നിന്ന് അവതരിപ്പിക്കാം. അത് ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. എവിടെ ഇരുന്ന് വേണമെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ കവർ ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലേക്ക് ഞാൻ കിടക്കുന്നുണ്ട്. നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോപ്പിക്കുകളും അടങ്ങുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു കോഴ്സിനകത്ത് ഇതിന്റെ ഡ്യൂറേഷൻ 1 വർഷമാണെങ്കിലും 3 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. അതായത് 3 മാസത്തിൽ തന്നെ എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ 1 വർഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ വേണ്ടി. പിന്നെ എന്താണ് ഈ 1 ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ ഈ ക്ലാസിന്റെ റെക്കോർഡിങ്സ് ലഭിക്കും. അതുപോലെ തന്നെ 1 വർഷം വരെ സപ്പോർട്ടിന് ലഭിക്കും. സപ്പോർട്ടിന് വേണ്ടിയിട്ട് 6 സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. നിങ്ങൾ പല ആക്ടിവിറ്റീസും ചെയ്യുന്ന സമയത്തായിരിക്കും സംശയം വരുന്നത്. ആ സമയത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്ത് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം. സെപ്പറേറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു വർഷത്തിന് 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ നേടാം എന്നുള്ള കംപ്ലീറ്റ് റൂട്ട് മാപ്പ് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, ബ്ലോഗുകൾ നിർമ്മിക്കുന്ന എങ്ങനെ, അത് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. ഗൂഗിൾ ആഡ്സിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്താണ് ഗൂഗിൾ ആഡ്സ് എന്നുള്ളത്? ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങൾ അതെല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, പോസ്റ്റർ, ലോഗോയോ, ബ്രോഷറൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ, വേറെ ആരെയും ആശ്രയിക്കാതെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ, പ്രോഡക്റ്റുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ സൈറ്റുകളിലൂടെ സെല് ചെയ്യുന്നത്, പേയ്മെന്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഈ പേയ്മെന്റ് ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവന്ന് വെക്കുന്നത് എങ്ങനെ, അതേപോലെ തന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഗ്രോത്ത് ഹാക്കിംഗ് എന്ന ഏറ്റവും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 20 മോഡ്യൂൾസ് ആണ് വരുന്നത്. 20 മോഡ്യൂൾസ്. ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ChatGPT, ജെമിനി പോലെയുള്ള ടൂളുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ, ഈ കോഴ്സിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത്. സൂമിലൂടെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ് നടക്കുന്നത്. 12 ലൈവ് ക്ലാസ്സുകളാണ് ചൊവ്വാഴ്ചകളിൽ വരുന്നത്. അതാണ് 3 മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 12 ആഴ്ചകൾ. അത് കൂടാതെ എല്ലാ സാറ്റർഡേയിലും നമുക്ക് ലൈവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. 12 ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഈ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ മാത്രമല്ല സംശയം ചോദിക്കാൻ പറ്റുന്നത്, ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫ്സിനെ കോൺടാക്ട് ചെയ്ത് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇത് പുറമെയാണ് സാറ്റർഡേസിൽ സെപ്പറേറ്റ്
ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകളിലും പങ്കെടുക്കാൻ സാധിക്കും. മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും കൂടെ ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ്. അത് ഓൺലൈനിലാണ്. അതിൽ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും, ജോലി കണ്ടെത്താൻ സാധിക്കും, ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ കണ്ടെത്താൻ സാധിക്കും. ഇതെല്ലാം മെഗാ മീറ്റപ്പിന്റെ ഉദ്ദേശങ്ങളാണ്. അങ്ങനെ 36 ലൈവ് സെഷൻസ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും. മാത്രമല്ല ഈ കോഴ്സിന്റെ ഓരോ ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭിക്കും. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ 4 വർഷത്തെ ബാച്ചുകളുടെ കംപ്ലീറ്റ് റെക്കോർഡിങ്സ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ ലൈവ് ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതിന്റെ റെക്കോർഡിങ്സ് ഇവിടെ വരും. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ഒരു വർഷത്തേക്ക് ഇതിന്റെ ആക്സസ് ലഭിക്കും. ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന അടുത്ത ആഴ്ച, അടുത്ത മാസമൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത് നേരത്തെ പഠിക്കണമെങ്കിൽ അതും ഇവിടെ സാധിക്കും. കാരണം തൊട്ട് മുമ്പുള്ള ബാച്ചിന്റെ റെക്കോർഡിങ്സ് നോക്കിയാൽ ഇനി ഏത് ക്ലാസ് ആണ് വരാൻ പോകുന്നത്, എന്ത് ടോപ്പിക് ആണെന്നുള്ളത് കാണാൻ സാധിക്കും. അത് നേരത്തെ നോക്കി പഠിക്കാനും സാധിക്കുന്നതാണ്. ലൈവിലേക്ക് വരുവാണെങ്കിൽ ലൈവിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്തുള്ള ലൈവ് ക്ലാസ്സുകളെ പറ്റി ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റ് നിരവധി ബോണസുകളും ഈ കോഴ്സിനകത്ത് ലഭിക്കും. കാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഈ കോഴ്സിന്റെ കൂടെ ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതാണ്ട് 17,000-ഓളം രൂപ കൊടുക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ കാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിന്റെ ലൈഫ് ടൈം ലൈസൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യാൻ സാധിക്കും. കാംറ്റേഷ്യ സ്റ്റുഡിയോയുടെ ഏറ്റവും പുതിയ വേർഷന് 17,000-ഓളം രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ ലൈസൻസ് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കും. ക്യാൻവ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച ടൂളാണ്. നമുക്ക് പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ പെയ്ഡ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. 2 വർഷത്തെ കണ്ടന്റ് കലണ്ടർ, അതായത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റ് ഐഡിയകൾ അടങ്ങുന്ന കണ്ടന്റ് കലണ്ടർ ലഭിക്കും. ഓൾറെഡി 6 മാസത്തെ സപ്പോർട്ട് 1 വർഷത്തേക്ക് ലഭിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഗൾഫിലോ നാട്ടിലോ ഒക്കെ ജോലിക്ക് ശ്രമിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മെഗാ മീറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. സോഫ്റ്റ്വെയറുകളുടെ കോസ്റ്റ്, റെക്കോർഡഡ് വീഡിയോസ്, PDF ബുക്ക്, അതേപോലെ തന്നെ സപ്പോർട്ട്, ലൈവ് ക്ലാസ്സുകളെല്ലാം അടങ്ങുന്നതിന്റെ വാല്യൂ ആണ് 31,500. എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 ആണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും. അത് വെബിനാർ സ്പെഷ്യൽ ഓഫറാണ് ഈ 6,500 എന്ന് പറയുന്നത്. അതായത് 6,500 രൂപയ്ക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ ക്രിസ്മസ് പ്രമാണിച്ച് വീണ്ടും ഒരു 1000 രൂപ കൂടി ഡിസ്കൗണ്ട് ലഭിക്കും. 5,500 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. 5,500 ആണ് ക്രിസ്മസ് പ്രമാണിച്ചിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വർഷത്തെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഫൈനൽ പ്രൈസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5,500 എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ 10 ബുക്കിംഗ്സിനാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് 10 ബുക്കിംഗ്സ് കഴിഞ്ഞ് വരുന്നവർക്ക് 14,500 ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെടുന്നത്. നിങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അതിന്റെ അഡ്മിനെ ബന്ധപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്ന നിങ്ങളുമായിട്ട് കണക്ഷനിലുള്ള എക്സിക്യൂട്ടീവിന് ഇൻട്രസ്റ്റഡ് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു സംവിധാനം കൂടിയുണ്ട്. ഇത് നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോഴ്സിലേക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇൻകം ലഭിക്കും. അതാണ് ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്നത്. അതായത് ഈ കോഴ്സിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഇൻസെന്റീവ് ലഭിക്കും. ഇതിലേക്ക് മുടക്കിയ പൈസ തന്നെ 1-2 ആഴ്ച കൊണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കും. ഇനി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ആഴ്ചകളിലും വരുമാനം നേടാൻ സാധിക്കും. എന്ന് പറയുന്നത് നമ്മുടെ അഫിലിയേറ്റ് ടീമിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കാം. അതേപോലെ ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വിൻഡോയിലും ചോദിക്കാം. അതുപോലെ തന്നെ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരാം. നിങ്ങൾക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ ലൈവായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ബുക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ ഏത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അതിനകത്ത് മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ചാറ്റിലുണ്ടെങ്കിൽ ഓൾറെഡി ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ആ ചാറ്റ് വിൻഡോയിൽ ചെന്നിട്ട് ഇൻട്രസ്റ്റഡ് എന്ന് മെസ്സേജ് കൊടുക്കുക. അപ്പോൾ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ക്ലാസിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസും ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കും. ലേണിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ 4 വർഷത്തെ ബാച്ചുകളുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്സസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പഠനം തുടങ്ങാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ആക്ച്വലി ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കത്തില്ലെങ്കിലും ബുക്ക് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും ഒക്കെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഓഫർ ലഭിക്കുന്നത് ഇപ്പം ബുക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഓഫർ ലഭിക്കുന്നത്. കാരണം പിന്നീട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് 14,500 ആയിരിക്കും പേ ചെയ്യേണ്ടി വരുന്നത്.
പല ഇൻട്രസ്റ്റഡ് മെസ്സേജ് അയക്കുന്നുണ്ട്. രാജീവ് സാർ ആക്ച്വലി നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കുക. നമ്മുടെ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവരാണ്, അവർക്ക് മെസ്സേജ് അയക്കുക. എന്തുകൊണ്ടാണ് ആക്ച്വലി എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കാൻ പറയുന്നത് ഞാൻ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആക്ച്വലി നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൽ തന്നെ പലരും ഈ കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വഴിയാണ് അഡ്മിഷൻ നടന്നതെന്ന് നമുക്കറിയണം, എങ്കിലല്ലേ അവർക്ക് ഇൻസെന്റീവ് കൊടുക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല നമുക്ക് ഇവിടെ നിരവധി സെയിൽസ് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ സെയിൽസ് സ്റ്റാഫുകൾ ആര് വഴിയാണോ അഡ്മിഷൻ നടത്തിയിരിക്കുന്നത് അവർക്കാണ് ഇൻസെന്റീവ് കൊടുക്കണം. സാലറി കൂടാതെ ഇൻസെന്റീവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് മെസ്സേജ് അയക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു പേയ്മെന്റ് ലിങ്കോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, ഒരു ഗൂഗിൾ പേ നമ്പർ തന്നിട്ട് ഇതിൽ പേയ്മെന്റ് അടയ്ക്കാൻ പറയുന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഡീറ്റെയിൽസ് തരും. അവിടെ പേയ്മെന്റ് അടച്ചതിന് ശേഷം സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇന്ന് തന്നെ എൻട്രി ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു 20 മിനിറ്റ്സ് ടൈമർ കൂടെ ഞാൻ സെറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ചാറ്റ് വിൻഡോയിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഹാൻഡ് റൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഈ കോഴ്സിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള നിരവധി പേരുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടൈമർ റണ്ണിങ് ആണ്. ഈ ക്രിസ്മസ് ഓഫർ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കലും മാത്രം കൊടുക്കാറുള്ള ഓഫറാണ്. ഓൺലി വൺസ് ഇൻ എ ഇയർ. ഓക്കെ, അപ്പൊ ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ സാർ, ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ക്രിയേറ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കും. അപർണയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സാധിക്കും. അതായത് പ്ലേ സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്ത് സെല്ല് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് ആക്ച്വലി ഒരു കോസ്റ്റ് ഉണ്ട്. ആക്ച്വലി പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു 2500 എന്ന് പറയുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള ഒരു കോസ്റ്റ് ഉണ്ട്. സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ അതിന്റെ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ലൈക്ക് സൈലം എക്സെട്ര. സൈലം പോലെയുള്ള ഒരു ആപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിസൈനേഴ്സിനെയും അതേപോലെ തന്നെ ആ ഒരു ഡെവലപ്പേഴ്സിനെയും വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ നിർമ്മിക്കാനാണെന്നുണ്ടെങ്കിൽ ആപ്സ് ഗീസർ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ആപ്സ് ഗീസർ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ആപ്സ് ഗീസറിനകത്ത് appsgeezer.com ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്ത് ചെറിയ എറർ കാണിക്കുന്നുണ്ട്. സൈറ്റിന്റെ പേരാണ് ആപ്സ് ഗീസർ, APPSGYSER. ഓക്കെ, FB-യിൽ ആഡ് കൊടുക്കുന്നതിന് വെബ്സൈറ്റ് നിർബന്ധമാണെന്ന് സുഭാഷ് സാർ ചോദിക്കുന്നുണ്ട്. ഇല്ല, വെബ്സൈറ്റ് നിർബന്ധമല്ല. ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കുന്നതിന് വെബ്സൈറ്റ് നിർബന്ധമല്ല. വെബ്സൈറ്റ് ഇല്ലാത്തവർക്കും ഫേസ്ബുക്ക് ആഡ് കൊടുക്കാൻ സാധിക്കും, ലീഡ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പലരും പേയ്മെന്റ് അടച്ച മെസ്സേജ് വരുന്നുണ്ട്. ഗൂഗിൾ പേയിൽ പേയ്മെന്റ് അടച്ച ചിലരുടെ പേര് ഞാൻ വിളിക്കാം. കാരണം ചില ഗ്രൂപ്പുകളിൽ പെട്ടെന്ന് ഓഫർ കഴിയുന്നുള്ളത് കൊണ്ട് ചിലർ പെട്ടെന്ന് പേയ്മെന്റ് അടച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. ഗൂഗിൾ പേയിൽ പേയ്മെന്റ് അടച്ചവരുടെ പേരാണ് ഞാൻ വിളിക്കുന്നത്. അവർ പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഉണ്ണി സാറിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ പേയ്മെന്റ്. അനിൽ, അതുപോലെ തീർത്ഥ, ഡാനിയൽ, റീജിയണൽ എന്ന് കാണിക്കുന്നുണ്ട്. ഡിവിൻ തോമസ്, താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. ബികാഷിന്റെ പേയ്മെന്റ് ഇപ്പം വന്നിട്ടുണ്ട്. ബികാഷ്, താങ്ക് യു ഫോർ ദ പേയ്മെന്റ്. അതേപോലെ തന്നെ പേയ്മെന്റ് ലിങ്ക് ഉണ്ട്. നമുക്ക് ഇൻസ്റ്റാമോജോ എന്ന പേയ്മെന്റ് ലിങ്ക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ലിങ്കാണ് ആക്ച്വലി ഇൻസ്റ്റാമോജോ എന്ന് പറയുന്ന പേയ്മെന്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇൻസ്റ്റാമോജോയിൽ പേയ്മെന്റ് അടച്ചവരും പേര്, ഇമെയിൽ അഡ്രസ്, വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. ഓക്കെ, പലരും 5500 അടച്ചതിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. അശോക് കുമാർ സാർ, അശോക് കുമാർ EB, താങ്ക് യു ഫോർ യുവർ പേയ്മെന്റ്. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് പേഴ്സണൽ മെസ്സേജ്, അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഓഫർ കഴിയാത്ത ഗ്രൂപ്പിൽ 6,500 പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ 14,500 ഇൻട്രസ്റ്റഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ് എന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ അവർ 7,500 അടയ്ക്കാനുള്ള ലിങ്ക് അയച്ചു തരും. ഓക്കെ, കാരണം ചില ഒരു ലിമിറ്റഡ് ഓഫറുകളാണ് ഓരോ ഗ്രൂപ്പുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ബുക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചാറ്റ് വിൻഡോയിൽ ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. എത്രയാണ് ഓഫർ പ്രൈസ് എന്ന് ഹാരിസ് ചോദിക്കുന്നത്? 5,500 ആണ് ഓഫർ പ്രൈസ്. വെറും 5,500 രൂപ മാത്രമാണ്. ഇപ്പോൾ പലരും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ 20,000-നും 40,000-നും 60,000 ഈ കോഴ്സ് കൊടുക്കുന്നത്. അപ്പം ചിലർ ചോദിക്കേണ്ടത് നമ്മൾ എന്താണ് ആക്ച്വലി 6,500 ഓഫറിന് ഈ വെബിനാറിലൂടെ സെല് ചെയ്യുന്നത്, അല്ലെങ്കിൽ 14,500? അപ്പോൾ അതിനേക്കാളും കുറച്ച് കണ്ടന്റ് ഉള്ളത്. യഥാർത്ഥത്തിൽ അതിനേക്കാളും കൂടുതൽ കണ്ടന്റ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ
എൻ്റെ ഒരു പോളിസി വെച്ചിട്ട് ഒരുപാട് പേര് ഇത് പഠിക്കുകയും അതിന് ബെനിഫിറ്റ് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു അഫോർഡബിൾ, ഞാൻ നേരത്തെ ഒരു പോളിസി പറഞ്ഞു, അതായത് ഒരു കസ്റ്റമറെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ അഫോർഡബിൾ റേറ്റിൽ ലോങ് ടൈമിൽ നിലനിർത്തുക. അതാണ് നമ്മുടെ കമ്പനിയുടെ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് അതിൽ നിന്ന് പ്രയോജനം കിട്ടിയെങ്കിൽ മാത്രമേ അടുത്ത കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തുള്ളൂ. അത് നിങ്ങൾക്ക് വർത്താണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ അടുത്ത കോഴ്സിലേക്ക് വരത്തുള്ളൂ എന്ന് എനിക്ക് 100% അറിയാം. അതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു ഓഫർ പ്രൈസിൽ ലഭിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിലൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, നമ്മുടെ ടൈമർ റണ്ണിങ് ആണ്. അതായത് ഈ ഒരു ഞാനിപ്പോൾ ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നേരത്തെ വെച്ചിരുന്നത് നിങ്ങൾക്കറിയാം എങ്ങനെ നമുക്ക് ഒരു 36 lakhs നേടാൻ സാധിക്കും എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് ആക്ച്വലി അതിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അതിലോട് ആ ഒരു ഫിഗറിലേക്ക് എത്തിച്ചേർന്നവരാരൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനൊന്ന് കിടക്കാം. അതായത് നമ്മൾ ആ ഒരു 36 lakhsലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഒരു കസ്റ്റമറെ കണ്ടെത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം, ആ കസ്റ്റമറെ നിലനിർത്തുന്നത് മനസ്സിലാക്കണം. ആ ഒരു റൂട്ട് മാപ്പ് നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെതായുള്ള എഫർട്ട് ഇടേണ്ടതായിട്ട് വരും. എഫർട്ട് ഇട്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു ഔട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ 36 lakhs പെർ ഇയർ എന്ന് പറയുന്ന ഫിഗറിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു സർവീസ് കൊടുത്ത് ആ ഫിഗറിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ചില റൂട്ടുകൾ ഞാനിവിടെ പറയാം. അതായത് ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിട്ട് നമ്മൾ പഠിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. രണ്ടാമത് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കണം. എന്നിട്ട് നമ്മൾ 1-2 ക്ലയൻസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന എൻക്വയറീസിൽ നിന്ന് ക്രമേണ ആ ഒരു ക്ലയന്റിനെയായിട്ട് മുന്നോട്ട് പോവുക. ഓരോ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ക്ലയന്റിനെ വീതം കണ്ടെത്തുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു 10 ക്ലയൻസിന് ഒരു 10 ക്ലയൻസിന് 30,000 രൂപയുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ ഒരു 6 മാസമോ അല്ലെങ്കിൽ 7 മാസമോ 8 മാസമോ ഒക്കെ സമയമെടുക്കും. കാരണം നമുക്ക് ഒരു പുതിയതാണെങ്കിൽ, നമ്മൾ ഇതിനകത്ത് പുതിയതാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3 മാസം കൊണ്ടൊക്കെ ഈ ഫിഗറിലേക്ക് എത്തിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ സമയമെടുക്കും. അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഈ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്ത് പഠിക്കണം. ഈ വെബ്സൈറ്റ് ക്രിയേഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ സർവീസും കൂടെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഗൂഗിൾ ആഡ്സ് കാണുന്നുണ്ട്, ആ സർവീസും നമുക്ക് പഠിച്ചിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആ കസ്റ്റമറെ നിലനിർത്താനാണ് ഈ റോഡ് മാപ്പുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് 2 ക്വാളിറ്റീസ് വേണം. ഒന്നെന്ന് പറയുന്നത് ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ, പുതിയ പുതിയ ടൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാനും അപ്ലൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിരുന്നു. ഇനി ഈ സർവീസസ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാണെങ്കിൽ വില്ലിംഗ് ടു സെർവ്, മറ്റുള്ളവരെ സെർവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഒക്കെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സക്സസ് സ്റ്റോറീസിലേക്ക് വരാൻ സാധിക്കും. വിനോദ് ശാക്ര നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അദ്ദേഹം കോഴ്സിന് ശേഷം ഇപ്പം സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കുന്ന ഏജൻസി തിരുവനന്തപുരത്ത് നടത്തുകയാണ്. ശാസ്തമംഗലത്ത് അദ്ദേഹത്തിന് ഓഫീസുണ്ട്. മേര ABT എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര്. 5 ലക്ഷത്തിലധികം രൂപ മന്ത്ലി പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഇപ്പൊ 2 സ്റ്റാഫും ഉണ്ട് അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സക്സസ് സ്റ്റോറീസിലേക്ക് വരുവാണെങ്കിൽ മിസ്റ്റർ വിവേക്, അദ്ദേഹം ഇപ്പോഴും സെൽഫായിട്ടാണ് ആ ഒരു എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നത്. ഡിജിമാക്സ് തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. 3 ലക്ഷത്തിലധികം രൂപ മന്ത്ലി ഏൺ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്ററാണ് അദ്ദേഹം. അതേപോലെ തന്നെ മമത ഫ്രം തൃശ്ശൂർ. അതേപോലെ തന്നെ ശശികുമാർ സാർ, അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ക്ലയൻസിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള ക്ലയൻസ് ആകുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അദ്ദേഹത്തിന് പേയ്മെന്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രമീഷ് ഫ്രം വൈക്കം, അതേപോലെ തന്നെ അർജുൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കുകയാണ് ഫ്രീലാൻസറായിട്ട്. അതേപോലെ ഐഷ ഫ്രം പൊൻകുന്നം. ശശികുമാർ സാർ, ഷൊർണൂറുള്ള ശശികുമാർ സാർ ആൾറെഡി 2 ലക്ഷം രൂപ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അത് ഒഴിവാക്കിയിട്ട് ഇപ്പം സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുകയാണ്. കാരണം ആ ഒരു സർവീസ് ചാർജുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശ്രീജ മേഡം ആൾറെഡി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. ആ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജയദേവൻ കോയമ്പത്തൂരാണ്, തമിഴ്നാട്ടുകാരനാണ്, മലയാളം അറിയാം, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തു. അപ്പം ഇതിപ്പോൾ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഒരു സക്സസ് സ്റ്റോറിയിലേക്ക് നിങ്ങൾക്ക് ക്രമേണ എത്തിച്ചേരാൻ പറ്റും. ഇത് വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ എഫർട്ട് ഇടുകയും നമ്മൾ അതിനെ പിൻപറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിന് വരുമാനം ഉണ്ടാക്കാം. ബിസിനസ് ഉള്ളവർ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെക്നിക്സും ടൂൾസും യൂസ് ചെയ്യുക. ബിസിനസ് ഇല്ലാത്തവർ ഇത് പഠിച്ചിട്ട് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ജോലി കണ്ടെത്താൻ ശ്രമിക്കാം എന്നുള്ളതാണ്. ഓക്കെ, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹോസ്റ്റിംഗ് സ്പേസിന് പേ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി മിക്സോയിലാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. മിക്സോ എന്ന് പറയുന്ന ടൂളിനകത്ത് ഹോസ്റ്റിംഗ് സ്പേസിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ അതിന്റെ പെയ്ഡ് പ്ലാനിലേക്ക് മാറുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി ആ ഡൊമൈനിന്റെ കോസ്റ്റും അതുപോലെ തന്നെ ഹോസ്റ്റിംഗ് സ്പേസും ഇതിന്റെ പൈസ അവർ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കാം, ആക്ച്വലി സാർ ഇതൊക്കെ പഠിപ്പിക്കുന്നത് സാറിന് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട്, ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ടോ, എനിക്ക് എന്ത് വരുമാനം എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ കണക്ക് ഞാൻ ഇവിടെ പറയാം. റെഡിയാണോ? എനിക്ക് ഏതൊക്കെ വഴിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട് അതറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്റെ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട്, ഞാൻ എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, യെസ്. അതായത് എനിക്ക് 3 വരുമാന സ്രോതസ്സുകളാണ് ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ളത്. അതിൽ ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെയുള്ള വരുമാനമാണ്. ഓക്കെ, ട്രെയിനിങ് പ്രോഗ്രാംസ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് പല കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതിനകത്ത് ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 2020 മുതൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത് മുതൽ 10,000-ലധികം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഡ്വർടൈസ്മെന്റിലൂടെയാണ് അതെല്ലാം സാധിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് എടുത്തിരിക്കുന്നത്. അതായത് സ്റ്റുഡൻസിന് എൻറോൾമെന്റ് കൊടുത്തിരിക്കുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, 13,581 സ്റ്റുഡൻസ് നമുക്ക് 4 വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ട്. 13,581 സ്റ്റുഡൻസ്. അപ്പൊ 13,581 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആവറേജ് ഓഫർ ഫീസായ 6,500 ആണെങ്കിൽ തന്നെ ഏകദേശം 8 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു 4 വർഷം കൊണ്ട് നമ്മുടെ റവന്യൂ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 6,500 ആവറേജ് ആണെങ്കിൽ 8,82,00,000 രൂപ. ഇതിനെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു വർഷത്തെ ട്രെയിനിങ് റവന്യൂ ലഭിക്കുന്നത് 2,20,00,000 രൂപ. 2,20,00,000 എന്ന് പറഞ്ഞാൽ 220 ലക്ഷം, 220 lakhs എനിക്കൊരു വർഷത്തിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ റവന്യൂ നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 36 lakhs പെർ ഇയറിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും അതിന് എഫർട്ട് ഉണ്ടെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു. എഫർട്ട് ഇട്ട് മുന്നോട്ട് പോയെങ്കിലാണ് ഒരു വർഷം 36 ലക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഓക്കെ, കാരണം ഞാൻ ഇതിലേക്ക് എത്തിച്ചേരാൻ ആക്ച്വലി ഞാൻ ഒരുപാട് എഫർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് 2016 സ്റ്റാർട്ട് ചെയ്തത്. 2020 ആക്ച്വലി നമ്മൾ ഓൺലൈനിലേക്ക് മാറുന്നത്. ഓൺലൈനിലേക്ക് മാറിയപ്പോഴാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വീണ്ടും 10 ഇരട്ടിയായിട്ട് വർദ്ധിച്ചത്. കാരണം അപ്പൊ നമുക്ക് ഒരു ബൗണ്ടറീസ് ഒന്നും ഇല്ലാതെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മുടെ കോഴ്സുകൾ സെല് ചെയ്യാൻ സാധിക്കും, എവിടെ വേണമെങ്കിലും ആഡ് റൺ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നേരത്തെ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെയാണ് ആഡ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ആ ലൊക്കേഷനിലുള്ളവർക്ക് മാത്രമേ ആ ഹോട്ടലിലേക്ക് വന്ന് ക്ലാസ് നടത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ക്ലാസ്സിന് വേണ്ടിയിട്ട് പിന്നെ കൊച്ചിയിലേക്ക് ഒരാൾ വരാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇത് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ ഇത് 10 ഇരട്ടി സാധ്യതകളായി. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ്. അപ്പൊ ഇതാണ് ആക്ച്വലി എന്റെ ഒരു വരുമാന മാർഗം. ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയുള്ള വരുമാന മാർഗം അറൌണ്ട് 2 crores, എബോവ് 2 crores, 2 കോടി രൂപയുള്ളൂ. അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നിരവധി കമ്പനികൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കുന്നുണ്ട്. അത് 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ മന്ത്ലി റവന്യൂ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്ന് പറയുന്നത് വർക്ക് അനുസരിച്ചായിരിക്കും പൈസ കൂടുതൽ കിട്ടുന്നതും കുറച്ച് കിട്ടുന്നതും. കാരണം എത്രത്തോളം വർക്കുണ്ട്, ഒരു ക്ലയന്റിന് എത്രത്തോളം വർക്കുണ്ട്, നമ്മൾ പുതിയ ക്ലയൻസിനെ ആഡ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചാണ് അതിനകത്തേക്ക് വരുന്നത്. ഇപ്പം ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേയധികം ക്ലയൻസ് ഉണ്ട്. ഇതെല്ലാം ചില ബിൽഡേഴ്സ് ആണ്, അതേപോലെ തന്നെ എഡ്യൂടെക് കമ്പനികളുണ്ട്, ഇന്റീരിയർ ഡിസൈൻ കമ്പനികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോം ലോൺസ്, മഹീന്ദ്ര ഹോം ലോൺസിന് വേണ്ടിയിട്ട് ആഡ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ റവന്യൂ എന്ന് പറയുന്നതാണ്. അവിടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. മൂന്നാമത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അത് മന്ത്ലി ഒരു 80,000 rupees ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ്. ഈ പൊട്ടൻഷ്യൽ ഉള്ള ഫീൽഡ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് 2016 വിപ്രോയിലെ സോഫ്റ്റ്വെയർ ജോലി ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. കാരണം സോഫ്റ്റ്വെയർ ജോലി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് പ്രോഗ്രാം എഴുതുന്നു, ഒരു മന്ത്ലി സാലറി ലഭിക്കുന്ന നല്ല സാലറി ഉള്ള ജോലിയായിരുന്നു. പക്ഷേ അത് വിട്ടിട്ട് ഇതിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ വരുമാന സാധ്യത ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടും, രണ്ടാമത്തത് ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എനിക്ക് ഭയങ്കര രസമുള്ള സംഗതിയാണ്, ഭയങ്കര പാഷനാണ്. അപ്പോൾ ഈ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഇഷ്ടമുള്ള ജോലി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ബോറടിക്കത്തില്ല. നമുക്ക് വളരെ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാരണം പറയുന്നത്. ഇപ്രോയിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് വരാം. മൂന്നാമത്തെ ഒരു റീസൺ ഉണ്ട്. അതായത് ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ടെക്കീസിന്റെ ഇടയിലും ടെക്നോ പാർക്കിലും മാത്രം എന്താ പോരാ, എല്ലാം
അവരുടെ കയ്യിൽ നിന്ന് മാത്രം എന്താ പറയുക എല്ലാവരിലേക്ക് എത്തണമെന്നുള്ളൊരു ആഗ്രഹം. എല്ലാവരും ഇത് പഠിക്കുകയും അല്ലെങ്കിൽ ഈ ടെക്നോളജി മനസ്സിലാക്കുകയും അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ പബ്ലിക് ട്രെയിനിങ്സിലേക്ക് വരികയും അപ്പോൾ നമ്മൾ ഈ ഫ്രീ ക്ലാസ്സുകൾ കോവിഡിന് ശേഷം ഫ്രീ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു സംവിധാനങ്ങളും ഈ ഒരു ടെക്നോളജിയും ടൂൾസും എല്ലാവരിലേക്കും മാക്സിമം എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ വേണ്ടി ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആക്ച്വലി ഞാൻ ഈ ഫീൽഡിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, പലരും പേയ്മെന്റ് അടക്കൂട്ടെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. പലരും പേയ്മെന്റ് അടയ്ക്കുന്ന മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിലെ ഓഫർ കഴിയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിന് മെസ്സേജ് അയക്കാൻ നോക്കി. ഇവിടെ 5500 പേയ്മെന്റ് പോപ്പപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് നമ്മുടെ അഫിലിയേറ്റ് ടീമിലേക്ക് എൻട്രി ലഭിക്കുന്നത്. അഫിലിയേറ്റ് ടീമിലേക്ക് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് എൻട്രി ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് അഫിലിയേറ്റ് ടീമിലേക്ക് എൻട്രി ലഭിക്കത്തില്ല. അഫിലിയേറ്റ് ടീമിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതായത് നമ്മുടെ കമ്പനിയുടെ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് അങ്ങോട്ട് ഇൻകം നേടാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഇൻകം നേടാൻ സാധിക്കും. കാരണം അഫിലിയേറ്റ് സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ റീസൺ എന്ന് പറയുന്നത് 2 റീസൺ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ മറ്റുള്ളവരെ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇൻകം കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെയിൽ വർദ്ധിക്കുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് എന്നാൽ പിന്നെ എന്തായാലും അവർ റെഫർ ചെയ്യുമ്പോൾ അവർക്ക് കൂടെ ഒരു ഇൻസെന്റീവ് കൊടുക്കുന്ന സംവിധാനം ആരംഭിച്ചത്. അപ്പോൾ അവർ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നു, കൂടുതൽ അഡ്മിഷൻസ് ലഭിക്കുന്നു. അതാണ് ഒരു റീസൺ. രണ്ടാമത്തത്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മാർക്കറ്റിംഗ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമാണ് ആ ഒരു അഫിലിയേറ്റ് ടീമിൽ. അപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്നവർക്കാണ് അഫിലിയേറ്റ് ടീമിലേക്ക് എൻട്രി ലഭിക്കുന്നത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചാറ്റ് മീഡിയയിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ, CV ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ATS ഫോർമാറ്റ്, അതെ ATS ഫോർമാറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതേപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട്, ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ജോലിയെ ബാധിക്കും അല്ലെങ്കിൽ ബിസിനസിനെ ബാധിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഞാനൊരു എക്സാമ്പിളിലൂടെ അവതരിപ്പിക്കാം. ആക്ച്വലി നമ്മുടെ ബിസിനസിനെ ഇത് ബാധിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ജോലി ഇത് ബാധിക്കുമോ, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്നുള്ളത്. ഇത് 2 വർഷം മുമ്പ് നടന്ന സംഗതിയാണ്. തലശ്ശേരിയിലുള്ള ഒരു വലിയ സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തതാണ്. ഈ ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഓണർ വിളിച്ച് പറഞ്ഞു, ക്ലാസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതിനകത്ത് സാർ പറഞ്ഞ ഒരു ടൂൾ കാരണം എനിക്ക് 2 പേരെ ഒഴിവാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 പേരെ ജോലി പോയി. ഞാൻ ആ ക്ലാസ്സിനകത്ത് പറഞ്ഞൊരു ടൂള് കാരണം. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി, കാരണം ഞാൻ കാരണമാണ് 2 പേര് പണി പോയത്. എങ്കിലും എന്തായിരുന്നു ആ ടൂൾ, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. ആ ഒരു ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞൊരു ടൂളാണ് remove.bg എന്ന് പറയുന്ന ടൂള്. ഓക്കെ, remove.bg, www.remove.bg. ഈ remove.bg എന്ന് പറയുന്ന ഈ ഒരു ടൂൾ എന്താണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, remove.bg എന്ന് പറയുന്ന ടൂൾ ഞാൻ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതായത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ remove.bg എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒറ്റയടിക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഇതിനകത്തേക്ക് ഇട്ട് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ രജനീകാന്തിന്റെ ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് റിമൂവ് ചെയ്യണമെന്നിരിക്കട്ടെ. ഓക്കെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. ഫോട്ടോഷോപ്പ് അറിയാവുന്നവരാണെങ്കിൽ പോലും ഈ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് സമയമെടുത്തൊക്കെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇടയ്ക്കുള്ള ഈ ഭാഗം വരെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഇമേജ് നമ്മൾ നേരെ remove.bg അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ രജനീകാന്തിന്റെ ഇമേജ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു. ഒരു പഴത്തിന്റെ തൊലി ഇരിക്കുന്നത് പോലെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞ് ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ആ സ്റ്റുഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി സമയമെടുത്ത് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന 2 പേരുടെ പണിയാണ് പോയത്. കാരണം ഈ ടൂൾ കിട്ടിയാൽ പിന്നെ 2 പേരെ അവിടെ ആവശ്യമില്ല. നമുക്കറിയാം സ്റ്റുഡിയോയിൽ എടുക്കുന്ന ഫോട്ടോകളിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വേറെ, ഇപ്പോൾ കല്യാണ വീഡിയോയിലോ അല്ലെങ്കിൽ കല്യാണ ഫോട്ടോയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിന് വരെ വേറെ സംഗതി വെക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇരുന്ന ആൾക്കാരാണ് 2 പേരുടെ പണി പോയി. നോക്കി, ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഓക്കെ, മുടിയുടെ ഭാഗം വളരെ കറക്റ്റായിട്ട് കട്ടായി വന്നിരിക്കുന്നുണ്ടോ. ഇതാണ് remove.bg എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെയുള്ള പല ടൂളുകളും വരുമ്പോൾ നമ്മളൊക്കെ അത് പഠിക്കുകയും അത് അപ്ലൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി നഷ്ടപ്പെടുകയൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത്
ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ കമ്പനിയിൽ 2 പേര് ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ 1.5 ആൾ ചെയ്യുന്ന ജോലി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. അതേസമയം പഴയ രീതികളാണ് ഫോളോ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഔട്ടായി പോകും. ഇത് തന്നെ ബിസിനസ്സിനകത്ത് പല കോമ്പറ്റീറ്റേഴ്സും പുതിയ പുതിയ സംഗതികൾ അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും എന്നുള്ളതാണ്. അപ്പൊ ടെക്നോളജി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും, അതുപോലെ നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കും, പുതിയ പുതിയ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വരും എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ടൈമർ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓഫർ അവൈലബിൾ ആണോ എന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിന് മെസ്സേജ് അയച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരാൾ പേയ്മെന്റ് എററിന്റെ കാര്യം പറഞ്ഞിട്ട്, പേയ്മെന്റ് എറർ വന്നവർ എത്രയും പെട്ടെന്ന് ഇൻഫോം ചെയ്തെങ്കിലായിരിക്കും ആ ഒരു സീറ്റ് അവർക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് ഓഫറിൽ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്ന ബാച്ചിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, ജോയിൻ ചെയ്ത ബാച്ചിനകത്ത് ക്ലാസ്സുകൾ മിസ്സാവുകയാണെങ്കിലും അതേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ടൈമർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുതിയ ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്ന DID എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇവിടെ നിർമ്മിച്ചായിരുന്നു. ആ വീഡിയോ നിർമ്മിച്ച ടൂളാണ് DID എന്ന് പറയുന്ന ടൂൾ. www.DID എന്നാണ് ടൂളിന്റെ പേര്. ഇത് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, DID.com ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് അതിനകത്ത് നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ നിർമ്മിക്കാൻ ശ്രമിക്കാം. ഓക്കെ, DID.com എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. DID.com എന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അതായത് ഫ്രീ ആയിട്ട് തന്നെ ഒരു അക്കൗണ്ട് നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റാർട്ട് ഫ്രീ ട്രയൽ എടുക്കുക. ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ലഭിക്കും. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് എ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഒരു അവതാർ വീഡിയോ, നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 3 ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യം നമ്മളൊരു അവതാറിനെ ചൂസ് ചെയ്യുക. ഇതിനകത്ത് തന്നെ ഇരിക്കുന്ന നിരവധി അവതാറുകൾ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് ഒക്കെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട അവതാർസ് തന്നെ ഇതിനകത്ത് പലതും വന്നിരിക്കുന്ന കേട്ടോ. അതായത് ക്രിസ്മസ് അപ്പം വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതിനകത്ത് നിന്നൊരു അവതാറിനെ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവരെ കൊണ്ട് എന്താണ് സംസാരിപ്പിക്കേണ്ടത്? നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചാണോ, സർവീസിനെ കുറിച്ചാണോ, കമ്പനിയെ കുറിച്ചാണോ, എന്താണോ സംസാരിപ്പിക്കാനുള്ളത് ആ ഒരു സ്ക്രിപ്റ്റ് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലുള്ള സ്ക്രിപ്റ്റ് കൊടുക്കുക, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിലുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാൻ പറ്റും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് നമുക്കിവിടെ ഭാഷ സെലക്ട് ചെയ്യുക. മലയാളമാണോ ഇംഗ്ലീഷ് ആണോ ഏതാണ് വേണ്ടതുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷിന് പകരം മലയാളം ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, മലയാളം ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ത്രീയുടെ ശബ്ദം വേണം, പുരുഷന്റെ ശബ്ദം വേണം എന്നുള്ളത്. സ്ത്രീ ശബ്ദമാണെങ്കിൽ ഇവിടെ ശോഭന എന്നുള്ളത് ചൂസ് ചെയ്യുക, പുരുഷന്മാരുടെ ശബ്ദമാണെങ്കിൽ മിഥുൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ശോഭന എന്നുള്ള ശബ്ദം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് AI വീഡിയോ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും. ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പൊ നമുക്ക് എന്താണോ സംസാരിപ്പിക്കേണ്ടത് ആ വീഡിയോയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു AI അവതാർ ആണ്. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോകൾ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു അവതാറിനെ കൊടുക്കണമെന്നിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഞാൻ ചൂസ് ചെയ്തത് അതിന്റെ അകത്തിരിക്കുന്ന നിരവധി അവതാറുകളിൽ, അവതാർ എന്ന് പറയുന്നത് ഇത് ആ ഒരു അവതരിപ്പിക്കുന്ന ആളിന്റെ ആ പിക്ചർ, അതിനാണ് അവതാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു അവതാറിനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തെടുക്കാം. അതായത് ഒരു മലയാളി പെൺകുട്ടിയെ ഒന്ന് ഇത് പറയുന്ന ഒരു വീഡിയോ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു മോഡലിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പൊ ഇതുപോലൊരു അവതാറിനെ നിങ്ങൾക്ക് നിർമ്മിക്കണമെന്നിരിക്കട്ടെ. ഇതുപോലൊരു അവതാറിനെ നിർമ്മിക്കണമെങ്കിൽ 1/2 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. ജസ്റ്റ് 1/2 മിനിറ്റ് കൊണ്ട്. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് 30 സെക്കൻഡ് കൊണ്ട്
നമുക്കൊരു മലയാളി പെൺകുട്ടിയുടെ പിക്ചർ ജസ്റ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. റെഡിയാണ്. ഓക്കെ, എന്നിട്ട് അതിനെ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ആക്ച്വലി അത് നിർമ്മിക്കുന്നത്? അത് നിർമ്മിക്കാൻ നമുക്ക് നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ കണ്ട അതേ ടൂളായ ബിങ് ഇമേജ് ക്രിയേറ്റർ തന്നെ ഉപയോഗിക്കാം. ബിങ് എന്ന് പറയുന്ന ടൂൾ ഞാനിവിടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് ചില ഇമേജുകളൊക്കെ നിർമ്മിക്കുകയും ചെയ്തായിരുന്നു. അതേ ടൂൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, bing.com/create. ഓക്കെ, bing.com/create എന്ന് പറയുന്ന ടൂളാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, bing.com/create ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. bing.com/create ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കമാൻഡ് ലഭിക്കും. ഇവിടെ നമുക്ക് ഒരു മലയാളി പെൺകുട്ടിയുടെ ഇമേജ് നിർമ്മിച്ചു തരാനുള്ള ഒരു സിമ്പിൾ കമാൻഡ് കൊടുത്തു നോക്കാം. ഓക്കെ, ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ബ്യൂട്ടിഫുൾ മലയാളി ഗേൾ കൊടുത്തു നോക്കാം. അതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, കൊടുത്തു. ഇവിടെ ക്രിയേറ്റ് എന്നുള്ള നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോ മലയാളി പെൺകുട്ടിയുടെ പിക്ചർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 പകരം 4 നിർമ്മിച്ചു തരും. എങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചത്. ഓക്കെ, വന്നു കഴിഞ്ഞു. 1 മെച്ചമുള്ള 4 ഇമേജുകളാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ തെങ്ങും പാടവും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പൂന്തോട്ടത്തിൽ നിൽക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആ ടൂളിലേക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് സംസാരിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, 4 ഇമേജ്. ഓക്കെ, ഇതിനകത്ത് ഒരു എറർ വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ കൂടെ കയറി വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എറർ വരും. നമുക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ഇതേ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് ഇത് നിർമ്മിച്ചു തരും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഇമേജിനെ ഞാൻ നേരത്തെ കാണിച്ച DIDക്കകത്തേക്ക് അപ്ലോഡ് ചെയ്യുക. നമുക്ക് എന്താണോ ഈ ഒരു മലയാളി പെൺകുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടിയിട്ട് സംസാരിപ്പിക്കുക. അത് നമുക്ക് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ നമ്മുടെ ബിസിനസ്സിനകത്തും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ച്വലി ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിലേക്ക് കിടക്കാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇവിടെ ക്ലയൻസിനെ ഒന്നും കണ്ടെത്താതെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. റെഡിയാണോ? എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? റെഡിയാണ്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കിടക്കുന്നതിന് മുമ്പ് പാസീവ് ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം ഉണ്ട്, പാസീവ് ഇൻകം ഉണ്ട്. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളൊരു ജോലിക്ക് പോകുന്നത് നമുക്ക് ശമ്പളം കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നു. എന്നാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും വളരെ ആക്റ്റീവായിട്ടിരിക്കുമ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴും മാത്രം നമുക്ക് കിട്ടുന്നതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതേസമയം പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കുന്നതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ ആക്റ്റീവ് ഇൻകം കൂടാതെ ഒരു പാസീവ് ഇൻകം കൂടി ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മരിക്കുന്നവരെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, വാരൻ ബഫറ്റ് എന്ന കോടീശ്വരനായ മനുഷ്യൻ പറഞ്ഞ സംഗതിയാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മൾ പാസീവ് ഇൻകം ഇല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ ജോലിയിട്ട് വരും. വാരൻ ബഫറ്റിനെ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും. 11ാമത്തെ വയസ്സിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആളാണ്. അമേരിക്കക്കാരനാണ്. ഇപ്പൊ 91 വയസ്സുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ഒരു സംവിധാനം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ, മരിക്കുന്നവരെ ജോലി ചെയ്യേണ്ടി വരും. ശരിയല്ലേ? നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വരുമാനം വരുന്നൊരു സംവിധാനം സെറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമാനം കിട്ടാൻ പല വഴികളുണ്ട്. ഇപ്പൊ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഒരുപാട് പൈസ നമ്മൾ സമ്പാദിച്ചിട്ട് നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ഇൻട്രസ്റ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു പാസീവ് ഇൻകം ആയിട്ട് കണക്കാക്കാം. നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് ഒരു പാസീവ് ഇൻകം തന്നെയാണ്. അപ്പം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇഷ്ടംപോലെ പൈസ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി മുന്നോട്ട് പോകും. അതൊരു പാസീവ് ഇൻകം, അത് ഞാൻ അംഗീകരിക്കുന്നു. അതേസമയം അത്രയും വലിയ സമ്പാദ്യമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു പാസീവ് ഇൻകം കിട്ടുന്നത്? അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിലുള്ള ഒരു സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇവിടെ നമുക്ക് കസ്റ്റമറെയോ ക്ലയന്റിനെയോ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് വെച്ച് തന്നെ എക്സാമ്പിൾ കാണിക്കാം. digitalmagnetoonline.com
digitalmagnetonline.com എന്ന നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 14,500 എന്ന് പറയുന്ന ഫീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. 6,500 നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇതിനകത്ത്? അങ്ങനെ ഒരു ഫീസ് ഇതിനകത്ത് ഇല്ല. അല്ലെങ്കിൽ 5,500 എന്ന് പറയുന്ന ഫീസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സ്പെഷ്യൽ ഓഫറാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ്. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്തിനാണ് ആമസോണിന്റെ പരസ്യം ഞാൻ വെച്ചിരിക്കുന്നത്? കാരണം ഇതിൽ വരുന്ന ആരെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവർ ആമസോണിലേക്ക് പോവുകയും ആമസോണിൽ ഇരിക്കുന്ന 17 കോടി പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് 24 മണിക്കൂറിനകം മേടിച്ചാലും എനിക്ക് ഒരു കമ്മീഷൻ ലഭിക്കും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് ഞാൻ നേരിട്ട് സെല് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പ്രോഡക്റ്റിന്റെ ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു സൈറ്റിന്റെ ലിങ്ക് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ വെച്ചിരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കമ്മീഷൻ കിട്ടുന്ന സംവിധാനമാണ്. ഇത് ലഭിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആമസോണിൽ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ആമസോണിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആമസോണിന്റെ സൈറ്റ് എടുത്ത് താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ബിക്കം ആൻ അഫിലിയേറ്റ്. ഈ ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഇതിന് പറയുന്ന ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ആമസോൺ അസോസിയേറ്റ്സ് അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കും. നമ്മൾ അവിടെ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അക്കൗണ്ട് നിർമ്മിച്ചതിന് ശേഷം അതിലിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്കോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ലിങ്കോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെയോ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെയോ പ്രൊമോട്ട് ചെയ്യുക. നമ്മൾ വെച്ചിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്മീഷൻസ് ലഭിക്കുന്നു. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് റിസ്ക്കും ഇല്ല, ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് കൂടുതൽ സെയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയും അപ്ലൈ ചെയ്യുന്നതെങ്കിലായിരിക്കും നമ്മുടെ ലിങ്കിലൂടെ കൂടുതൽ ആൾക്കാർ പോവുകയും ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 80,000-ഓളം രൂപ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ കിട്ടുന്നുള്ളത്. അത് ആമസോണിലൂടെ മാത്രമല്ല, എനിക്ക് മറ്റ് അഫിലിയേറ്റ് ലിങ്കുകളുണ്ട്. ഓക്കെ, അഫിലിയേറ്റ് ലിങ്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ വേറെയും ലിങ്കുകൾ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. digitalmagnetonline.com എന്ന് പറയുന്ന കമ്പനി വെബ്സൈറ്റിന്റെ അതിനകത്ത് നിങ്ങൾക്ക് വരുമ്പോൾ ആമസോണിന്റെ ലിങ്ക് മാത്രമല്ല, ഓക്കെ, ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ലിങ്ക് കൂടെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ നമുക്ക് പല കമ്പനികളുടെ അഫിലിയേറ്റ് ആകാൻ സാധിക്കും. ആമസോണിന്റെ മാത്രമല്ല അഫിലിയേറ്റ് ലിങ്ക് എന്നുള്ളത്. ഓക്കെ, പല കമ്പനികളുടെ അഫിലിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം ഇൻകം ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ശ്രമിക്കുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഇപ്പോഴുള്ള ജോലിയോടൊപ്പമോ ബിസിനസ്സിനോടൊപ്പമോ മറ്റൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്ലയന്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആ ക്ലയന്റുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കൊട്ടേഷൻ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പ്യുവർലി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കുറെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുകയും അപ്ലൈ ചെയ്യുകയും ചെയ്താൽ കൂടുതൽ സെയിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കുവാണെങ്കിൽ ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കിട്ടും. പക്ഷേ അദ്ദേഹത്തിന് ആമസോണിൽ ഇരിക്കുന്ന അതേ പ്രൈസ് കൊടുത്താൽ മതി. ഒരാൾ അഫിലിയേറ്റ് ലിങ്ക് വഴി പോകുമ്പോൾ ആമസോണിൽ നിങ്ങളുടെ ലിങ്ക് വഴി പോയി മേടിച്ചാലും നേരിട്ട് ആമസോണിൽ കയറി മേടിച്ചാലും രണ്ടിനും ഒരേ പ്രൈസ് ആണ്. അപ്പൊ ആ കമ്മീഷൻ ആരാ കൊടുക്കുന്നത്? ആ കമ്മീഷൻ കൊടുക്കുന്നത് ആമസോൺ ആണ് നമുക്ക് തരുന്നത്. അല്ലാതെ കസ്റ്റമറിൽ നിന്ന് കൂടുതൽ പൈസ എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തല്ല നമുക്ക് കമ്മീഷൻ തരുന്നത്. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിന് ടൈം ഉണ്ടോ? ഇൻകം ജനറേഷൻ ഓൾ ടൈം ആപ്ലിക്കബിൾ അല്ലേ? ഓൾ ടൈം ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അതായത് ഒരു അഫിലിയേറ്റ് ലിങ്ക് വഴി ഒരാൾ പോയിട്ട് കുക്കി പീരീഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. കുക്കി പീരീഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഒരു ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി അന്നേരം പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അയാൾ പിന്നെ വന്ന് ആമസോണിൽ നേരിട്ട് കയറി മേടിച്ചാലും എനിക്ക് കമ്മീഷൻ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത് 24 hours മേടിച്ചാലെന്ന് പറഞ്ഞത്. അതായത് ഒന്നുകൂടെ പറയാം, കുക്കി പീരീഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പൊ ഇവിടെ digitalmagnetonline.com എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് വരുന്നു. ഇവിടെ ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന പരസ്യം കണ്ടു. ഓക്കെ, ഒരാൾ ഇതിൽ ക്ലിക്ക് ചെയ്തു നേരെ ആമസോണിലേക്ക് പോയിട്ട് പല പ്രോഡക്റ്റുകളൊക്കെ നോക്കി. പക്ഷെ ഒന്നും മേടിച്ചില്ലെന്നിരിക്കട്ടെ. എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോയി. കമ്പ്യൂട്ടറും ക്ലോസ് ചെയ്തിട്ട് അയാൾ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അയാൾ വന്നതിന് ശേഷം ആ കമ്പ്യൂട്ടറിലോ അതേ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ വന്നിട്ട് നേരിട്ട് പിന്നെ ആമസോണിൽ പോവുകയാണ്. വെബ്സൈറ്റ് വഴിയല്ല പോകുന്നത്, നേരിട്ട് ആമസോണിൽ കയറി മേടിച്ചാലും 24 മണിക്കൂറിനകമാണ് കയറി മേടിക്കുന്നതെങ്കിൽ എനിക്ക് കമ്മീഷൻ കിട്ടും. അതിനാണ് കുക്കി പീരീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ലിങ്ക് വഴി 24 മണിക്കൂറിനകം വെച്ചെങ്കിൽ അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും. ആ ലിങ്ക് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എപ്പോൾ ആര് ക്ലിക്ക് ചെയ്ത് പോയി പർച്ചേസ് കഴിഞ്ഞാലും കമ്മീഷൻ ലഭിക്കും എന്നുള്ളതാണ്.
ഓക്കെ, ഇതാണ് ആക്ച്വലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ആമസോണിലൂടെ സെല്ല് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഞാൻ കാണിച്ചത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ആമസോണിലൂടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ആമസോൺ വഴി പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എവിടേക്കാണ് റെഡിയാണ്. ഓക്കെ, ആമസോൺ വഴി പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന അക്കൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആമസോണിൽ തന്നെ ബിക്കം എ സെല്ലർ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. ഓക്കെ, ആമസോൺ എടുത്തു, ആമസോണിന്റെ സൈറ്റ് എടുത്ത് നമ്മൾ ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്നതും അഫിലിയേറ്റും രണ്ടാണ്. സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്തൂടെ നമ്മുടെ പ്രോഡക്റ്റുകൾ നേരിട്ട് സെല്ല് ചെയ്യുന്ന സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ബിക്കം എ സെല്ലർ ഇൻ സെല്ലർ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ സൈനപ്പ് ചെയ്ത് നമ്മളൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന സംഭവം ലഭിക്കും. ഇതിന് പറയുന്നത് സെല്ലർ സെൻട്രൽ എന്നാണ്. ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ഇമേജുകളും എല്ലാം അപ്ലോഡ് ചെയ്ത് ആമസോണിലൂടെ സെല്ല് ചെയ്യാൻ സാധിക്കും. ഇതിനാണ് ആമസോൺ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെല്ലർ സെൻട്രലിൽ നമ്മൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റുകളെ ബൂസ്റ്റ് ചെയ്ത് സെർച്ചിൽ ആദ്യം എത്തിക്കാനും പറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള ഈ ഉപ്പേരി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട്, ആമസോൺ വഴി സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബനാന ചിപ്സ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബനാന ചിപ്സ് ഒക്കെ നമ്മുടെ ഉപ്പേരി ഇതിനകത്തൂടെ സെല്ല് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോൺസേഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഓക്കെ, സ്പോൺസേഡ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് 100 ഗ്രാമിന് 76 രൂപയാണ്. ഒരു കിലോയ്ക്ക് 760 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഒരു കിലോ ചിപ്സ് 760 രൂപയ്ക്കാണ് ഇതിനകത്തൂടെ വിൽക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് 100 ഗ്രാം 200 ഗ്രാമിൻ്റെയൊക്കെ പ്രൈസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും വലിയ വിലയാണെങ്കിൽ പോലും വേടിപ്പിക്കാൻ വേണ്ടിയിട്ട് സെർച്ചിൽ ആദ്യം എത്തിച്ചിരിക്കുന്നുണ്ടോ സ്പോൺസേഡിൽ 1ാം സ്ഥാനത്ത് നമുക്ക് എത്തിക്കാൻ പറ്റും, അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ അറിയാമെങ്കിൽ. ഇനി രണ്ടാമത്തത്, ഇതിൽ തന്നെ പലരും നമ്മുടെ നാട്ടിൽ 1 രൂപ പോലും വിലയില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു കോസ്റ്റും ഇല്ലാത്ത സംഗതി ഇതിനകത്തോട് വിറ്റ് പൈസ ഉണ്ടാകുന്നു. നമുക്ക് ഒരു കോസ്റ്റും ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടപ്പിയോക്ക സ്റ്റെം കട്ടിങ്സ്. ഓക്കെ, അതായത് നമ്മുടെ മരച്ചീനി കമ്പ് ഇതിനകത്തോട് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെ നാട്ടില് മരച്ചീനി പുഴുകുമ്പോഴത്തേക്ക് എടുക്കുന്ന കമ്പ് 10 കഷ്ണം കമ്പാണ് ഇതിനകത്തോട് 256 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ആര് മേടിക്കാനാണെന്ന്. ഓക്കെ, നമ്മുടെ മരച്ചീനി കുഴിച്ചു വെക്കാനുള്ള 10 കഷ്ണം കമ്പിന്റെ വിലയാണ്, ഓക്കെ, 10 സ്റ്റെമ്മിന്റെ വിലയാണ് 256 രൂപ. അപ്പൊ ഇത് ആര് മേടിക്കുന്നതായിരിക്കും നമ്മൾ വിചാരിക്കും. ഇത് മേടിക്കാൻ ആളുണ്ട്, കാരണം ഇത് അവൈലബിൾ അല്ലാത്ത എത്രയോ സിറ്റികളുണ്ട്. അവരവരുടെ 1 സെന്റിലോ 2 സെന്റിലോ നടാൻ വേണ്ടിയിട്ട് ഇത് ഓൺലൈനിൽ മേടിക്കും, അല്ലെങ്കിൽ അവരുടെ ടെറസിൽ മണ്ണിട്ടെങ്കിലും ഒരു നടുവ് ശ്രമിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സംഗതിയാണ് ഈ ആമസോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ എപ്പോഴും ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കീറും. അതേസമയം നമ്മൾ ഇതിനകത്തൂടെ സെല്ല് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റിലേക്ക് പൈസ വന്ന് നിറയും. അതാണ് സംഗതി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ബയറായിട്ട് മാത്രം ഇരിക്കാതിരിക്കുക, നമ്മളൊരു സെല്ലർ കൂടിയാവുക. സെല്ലർ ആകുമ്പോഴല്ലേ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നത്. അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആമസോൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കും, ഓക്കെ, ഇത് ഈ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവസാനം അത് എനിക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടം വരില്ല, അതൊരു റിസ്ക് അല്ലേ. അതിനും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ആമസോൺ വഴി വിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് വരികയാണ്, ഒരു ഓർഡർ വരികയാണെങ്കിൽ ഈ ഓർഡർ പ്രോസസ്സ് ചെയ്യാൻ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. ഓക്കെ, ഒരു ഓർഡർ നമ്മൾ ആമസോണിൽ വരുവാണെങ്കിൽ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും. 2 ദിവസത്തിനുള്ളിൽ ഇത് നമ്മൾ അയച്ചാൽ മതി. ഈ 2 ദിവസത്തിനുള്ളിൽ അത് സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങൾ നമുക്ക് ആൾറെഡി ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഞാൻ ആമസോൺ വഴി വിൽക്കാൻ പോവുകയാണ്, ഇത്ര രൂപയ്ക്ക് എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ മേടിച്ചയക്കാം എന്ന് പറഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ പരിചയക്കാർക്കോ ഒക്കെ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഓർഡർ വരുമ്പോൾ അവരുടെ മേടിച്ച് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നതിന്റെ റിസ്ക്കും ഇല്ല. സ്ഥിരമായിട്ട് ഓർഡറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കുക, അന്നേരത്തേക്ക് വീണ്ടും വില കുറച്ച് തരാൻ ആവശ്യപ്പെടുക. ഇതാണ് ആക്ച്വലി അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലുള്ളവരിൽ പലരും അങ്ങനെയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അവർ നല്ല സെല്ലേഴ്സ് ആയിട്ട് മാറിയത് അങ്ങനെയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിന്റെ ഉള്ളിൽ തന്നെ പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ട്. അത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സ്പോൺസേഡ് മീൻസ് പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ്. ഓക്കെ,
ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. ഗൂഗിൾ ആഡ്സിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഗൂഗിൾ ആഡ്സ് എവിടെയാണ് ചെയ്യുന്നതെന്നുള്ള ഞാൻ ഇവിടെ കാണിക്കാം. റെഡിയാണോ? ഗൂഗിൾ ആഡ്സ് എന്താണ്, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് എവിടെയാണ് ചെയ്യുന്നത്? ഓക്കെ, റെഡിയാണ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഗൂഗിൾ ആഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കയറി വരുന്ന ലിങ്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുന്നു. ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ സെർച്ചിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നുണ്ടോ? സ്പോൺസേഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇതേപോലെ ഒന്നാം സ്ഥാനത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് ഗൂഗിൾ സെർച്ച് ആഡ് എന്ന് പറയുന്ന സംഗതി. കാരണം നമുക്കറിയാം, ഗൂഗിളിൽ വന്ന് ഇതേപോലെ സെർച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് ആ പ്രോഡക്റ്റോ സർവീസിനോടോ താല്പര്യമുള്ള ഒരാളല്ലേ ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യത്തുള്ളൂ. കാരണം അയാൾക്ക് ഒരു ആവശ്യം ഉള്ളത് കൊണ്ടല്ലേ ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്യുന്നത്. അല്ലാതെ ബോറടിച്ചിരിക്കുമ്പോൾ ഗൂഗിളിൽ വന്ന് എന്നാൽ പിന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ ആരെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടി വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമോ? ഇല്ല. ഫ്ലാറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന നല്ല ക്വാളിറ്റി ലീഡ്സ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് www.ads.google.com എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിലൂടെ പരസ്യം ചെയ്യുക എന്നുള്ളതാണ്. ads.google.comന്റെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. മൊബൈൽ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടും നമുക്ക് പരസ്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ads.google.com നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള പാനലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. ജിമെയിൽ അഡ്രസ്സും അതിന്റെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ നമുക്കവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഗൂഗിള്. അവിടെ നമ്മൾ ലൊക്കേഷനും ഏജ് ഗ്രൂപ്പും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ റൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിന് ഗൂഗിൾ ആഡ്സിന്റെ ക്യാമ്പയിൻ റൺ ചെയ്യുന്ന ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. പലർക്കും അവർക്ക് ഗൂഗിളിൽ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരണം എന്ന ആഗ്രഹം കാണും. അതിനുള്ള ഒരു വഴിയാണ് ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് SEO എന്ന് പറയുന്ന വേറൊരു മെത്തേഡുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ ആഡ്സ് ചെയ്ത് കൊടുക്കുന്ന സർവീസസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൾറെഡി പ്രോഡക്റ്റ് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ സെർച്ചിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ ഈ ഗൂഗിൾ ആഡ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതേപോലെയുള്ള ടെക്നിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട്, ഈ നമ്മുടെ ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്, സാർ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഞങ്ങളുടെ കോമ്പറ്റീറ്റർ ഞങ്ങളെക്കാളും കൂടുതൽ ബിസിനസ് നേടുന്നത്, ഞങ്ങൾ 40 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്, എന്തുവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഫേസ്ബുക്കും ഗൂഗിളും വാട്സാപ്പും യൂട്യൂബും എല്ലാം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ കിടക്കുകയാണ്. ഇത് ആരെടുത്ത് ഉപയോഗിക്കുന്നു അവർക്ക് അതിനകത്ത് നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഇനി മറ്റുള്ളവർ ഇത് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്, നമ്മൾ വെറുതെ റീൽസ് കാണാൻ വേണ്ടിയിട്ട്, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട്, തമാശയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വിലയേറിയ സമയമായിരിക്കും നഷ്ടപ്പെടുന്നത്. അതേസമയം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അപ്ലൈ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നതെന്ന് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇത് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, ഒന്ന് സമയം പ്രയോജനപ്പെടുത്തി കൂടുതൽ ബിസിനസ് വർദ്ധിപ്പിക്കാനോ വരുമാനം ഉണ്ടാക്കാനോ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ എൻഡിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണെങ്കിൽ ആ ഓഫറിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും നന്ദി ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തതിന്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഗൂഗിൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത മറ്റ് ടൂളുകൾ മിക്സോ ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്, ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് റിസൾട്ട് ലഭിക്കുന്നുള്ളത്. നമ്മൾ 1ാം ക്ലാസ് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏത് അപ്ലൈ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത് വെറുതെ പഠിച്ച് നമ്മൾ കളയുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മറന്നു പോകും. അതിന് പകരം പ്രയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്ത് ബിസിനസ് ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്. താങ്ക് യു ആൾ.